സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ ഹിസ് ബെയാറ്റിറ്റ്യൂഡ് മോർ ആൻഡ് മോർ ബസീലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ തിരുമനസ് ബത്തേരി രൂപതയുടെ അധ്യക്ഷൻ മോസ്റ്റ് റവൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലീത്ത, ബത്തേരിയുടെ ആദരണീയനായ MLA ശ്രീ IC ബാലകൃഷ്ണൻ, ബത്തേരി രൂപത മുഖ്യവികാരി ജനറൽ സെബാസ്റ്റ്യൻ കീപ്പളിൽ കോറപ്പിസ്കോപ്പ അച്ഛൻ, ബത്തേരി രൂപതയുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജേക്കബ് ഓലിക്കലച്ചൻ, ബഹുമാന്യനായ ജേക്കബ് മാവുങ്കലച്ചൻ, ജോർജ് വെട്ടിക്കാട്ടിലച്ചൻ, അബ്രഹാം തെലോത്തിലച്ചൻ, ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡേവിഡ് ആലിങ്കിലച്ചൻ, ജേക്കബ് ഓർവയ്ക്കിലച്ചൻ, ആദരണീയനായ ശ്രീ PM ജോയ് അവറുകൾ, സിസ്റ്റർ കൊച്ചുത്രേസ്യ OSS, ബത്തേരി രൂപത മാതൃവേദിയുടെ പ്രസിഡന്റ് ശ്രീമതി എലിസബത്ത് ജോർജ്, റോയി കയ്യാലക്കൽ സാർ, ബത്തേരി മേഖല പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ശ്രീമതി മിനി ക്രിസ്റ്റി, ബത്തേരി രൂപത MCYM പ്രസിഡന്റ് ശ്രീ എബി എബ്രഹാം, ബത്തേരി രൂപത MCA വൈദിക ഉപദേഷ്ടാവ് ബഹുമാനപ്പെട്ട ജെയിംസ് മലയപ്പറമ്പിലച്ചൻ. ഈ വ്യക്തികളെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഒറ്റ രാത്രി കൊണ്ട് ഉറ്റവരെയും ഉടവരെയും നഷ്ടപ്പെട്ടവർ, കണ്ണടച്ചു തുറക്കും മുമ്പേ ഒരായുസിൻ്റെ സമ്പാദ്യം മുഴുവനും ഒഴുകിപ്പോകുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നവർ, പ്രകൃതിയുടെ വികൃതിയിൽ ജീവിതം നഷ്ടപ്പെട്ട മുണ്ടക്കൈ ചൂരൽമല നിവാസികളെയും വിലങ്ങാടിലെ പ്രിയപ്പെട്ട മനുഷ്യരെയും ജാതിയോ മതമോ നോക്കാതെ ചേർത്തു പിടിക്കാൻ കേരള കത്തോലിക്കാ സഭയും മെത്രാൻ സമിതിയും മുന്നോട്ട് വന്നു. പ്രകൃതി ദുരന്തത്തിൽ സകലത് നഷ്ടപ്പെട്ടവർക്ക് 100 വീടുകളെന്ന KCBCയുടെ പ്രഖ്യാപനം യാഥാർത്ഥ്യമാവുന്നു. ഒപ്പം എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും ഭവനമെന്ന ബത്തേരി രൂപതാധ്യക്ഷൻ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലീത്തായുടെ വലിയ സ്വപ്നവും യാഥാർത്ഥ്യമാകുന്നു. പ്രകൃതി ദുരന്തത്തിൽ കിടപ്പാട നഷ്ടപ്പെട്ടവർക്ക് വീടിൻ്റെ അടിസ്ഥാന ശില ആശീർവദിച്ചു നൽകുന്ന 3-ാം മൈൽ കേന്ദ്രീകരിച്ച് പണി പൂർത്തിയാക്കിയ ഭവനങ്ങളുടെ താക്കോൽദാന ചടങ്ങ് നടക്കപ്പെടുന്ന ഈ മഹനീയ സദസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സർവേശ്വരൻ്റെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാഗാനത്തിനായി കുമാരി അലീന MS-നെ ക്ഷണിക്കുന്നു. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച് സംസാരിക്കുന്നു JPD കമ്മീഷൻ ജോയിൻറ്റ് സെക്രട്ടറി ബഹുമാനപ്പെട്ട ജോർജ് വെട്ടിക്കാട്ടിലച്ചൻ. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായിരിക്കുന്ന അത്യഭിമന്യ കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ തിരുമേനി, ബത്തേരി രൂപത മെത്രാപ്പോലീത്ത ജോസഫ് മാർ തോമസ് മെത്രാപ്പോലീത്ത തിരുമേനി, രൂപതയുടെ വികാരി ജനറൽ അച്ഛന്മാരെ, നമ്മുടെ ആരാധനായ ജനപ്രതിനിധി IC ബാലകൃഷ്ണൻ MLA,
JPD കമ്മീഷൻ സെക്രട്ടറി ജേക്കബ് മാവുങ്കലച്ച, ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡേവിഡ് അച്ച, വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായിരിക്കുന്ന വന്യ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, രൂപതയുടെ അഭിമാന ഭാജനങ്ങളായിട്ടുള്ള അൽമായ പ്രതിനിധികളെ, രൂപതയുടെ അഭ്യുദയ കാംക്ഷികളെ, യുദ്ധങ്ങൾ ഒരിക്കലും മറക്കുകയില്ല, ദുരന്തങ്ങൾ മറക്കും. ഇതാണ് ലോകം നമ്മെ പഠിപ്പിക്കുന്ന പാഠം. ദുരന്തങ്ങൾ പാഠങ്ങൾ പഠിക്കുവാനുള്ള അവസരമായിട്ടാണ് സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. കേരളത്തെ, ഭാരതത്തെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിയ സംഭവമായിരുന്നു ജൂലൈ 30 വയനാട്ടിലുണ്ടായ അതിദാരുണമായ ഉരുൾപൊട്ടൽ. ആ ജനതയോടുള്ള നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഐക്യദാർഢ്യം, ഈ ലോകത്തിൽ നിന്നും മണ്ണുമറഞ്ഞു പോയ ആ മനുഷ്യജന്മങ്ങളോടുള്ള നമ്മുടെ ആദരവ് പ്രാർത്ഥനാപൂർവം നിറകണ്ണുകളോടെ നമ്മളിവിടെ സമർപ്പിക്കുകയാണ്. കേരളത്തിൽ എപ്പോഴെല്ലാം ദുരന്തങ്ങളുണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം ആ ദുരന്തങ്ങളെ അതിജീവിക്കുന്നതിന് ദുരിത ബാധിതരോടുകൂടെ വലിയ കൈത്താങ്ങായി നിലകൊള്ളുന്നതിന് കേരള കത്തോലിക്കാ സഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും കേരള കത്തോലിക്കാ സഭ വയനാട്ടിലെ ദുരന്ത ബാധിതർക്കായി നിർമ്മിച്ചു കൊടുക്കുന്ന 100 ഭവനങ്ങളിൽ ബത്തേരി രൂപത ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ഭവനങ്ങളുടെ ശിലാ ആശീർവാദ കർമ്മമാണ് പ്രധാനമായിട്ടും ഈ വേദിയിൽ ഇന്ന് നടത്തപ്പെടുക. ഈ ഭവന നിർമ്മാണ പദ്ധതിയിൽ കേരള കത്തോലിക്കാ സഭയോട് ചേർന്ന് നിന്ന് സഹകരിക്കുന്നതിൽ ബത്തേരി രൂപതയ്ക്കുള്ള വലിയ നന്ദി, കടപ്പാട് ഞാനിവിടെ സവിനയം സമർപ്പിക്കുകയാണ്. ബത്തേരി രൂപത മാത്രമല്ല, മാനന്തവാടി രൂപതയും താമരശ്ശേരി രൂപതയും കോഴിക്കോട് രൂപതയും സംയുക്തമായിട്ടാണ് ഈ ഭവന നിർമ്മാണ പദ്ധതിയിലും പുനരധിവാസ പ്രവർത്തനങ്ങളിലും ഉൾച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ബത്തേരി രൂപത ഈ ഭവന നിർമ്മാണത്തിൽ ഏർപ്പെടുന്നതിനുള്ള ഒരു പിൻബലം നമ്മുടെ സഭയുടെ പിതാവ് ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് നമുക്ക് പകർന്നു തന്ന പൈതൃകമാണ്. തനിക്ക് ഒരു കുട്ട ആഹാരം ലഭിച്ചപ്പോൾ ആദ്യം അതില്ലാത്തവരുമായിട്ട് പങ്കുവയ്ക്കാൻ പിതാവ് കാണിച്ച ഒരു വലിയ മാതൃക ഇന്നും കൈമോശം വരാതെ നമ്മുടെ സഭ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാർ ഗ്രിഗോറിയോസ് പിതാവ് കേരളത്തിൽ ആദ്യമായി ചെലവ് കുറഞ്ഞ രീതിയിൽ ഭവന നിർമ്മാണം പഠിപ്പിക്കുന്നതിന് ലാറി ബേക്കറിനെ വിളിച്ചുകൊണ്ടുവന്ന് അങ്ങനെ ഒരു മാതൃക നൽകിയ സഭയാണ് മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ. സഭയുടെ പ്രഥമ കാതോലിക്ക ബാവ സിറിൽ ബസേലിയോസ് തിരുമേനി ബത്തേരിയിലായിരിക്കുമ്പോൾ ഈ ബത്തേരി പഞ്ചായത്തുമായിട്ട് സഹകരിച്ച് ഈ സെൻറ്റ് ജോസഫ് സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത് ജവഹർ കോളനിയിൽ വീട് പണിത് നൽകി ഇന്നും അവിടെ ആളുകൾ നന്നായിട്ട് ജീവിക്കുന്ന ഒരു മാതൃക നമ്മുടെ മുൻപിലുണ്ട്. സഭയുടെ ദ്വിതീയ കാതോലിക്ക ബാവ അത്യഭിവന്യ കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് ഈ നാളുകളിൽ തിരുവനന്തപുരത്ത് 2500ഓളം വീടുകളാണ് പണി തീർത്തത്. ആ പദ്ധതി തുടർന്നുകൊണ്ടിരിക്കുകയുമാണ്. ഇപ്പോൾ മലങ്കര സഭയുടെ പൈതൃകം എന്നും ഭവനമില്ലാത്തവരോടുകൂടെ, പാവപ്പെട്ടവരോടുകൂടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുകൂടെ പക്ഷം ചേർന്നുകൊണ്ട് അവരുടെ ഉന്നതിക്ക്, അവരുടെ അന്തസ്സ് വർദ്ധിപ്പിക്കുന്നതിന്, അവരുടെ അഭിമാനം വർദ്ധിപ്പിക്കുന്നതിന് ഈ സഭ എന്നും പ്രതിജ്ഞാബദ്ധമായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ശുശ്രൂഷയെ ഇന്ന് നമ്മൾ കാണുന്നത്. ഇന്ന് ദൈവാനുഗ്രഹം ക്ഷണിച്ചു വരുത്തുന്നതും മനുഷ്യസ്നേഹത്തിൻ്റെ മഹനീയ മാതൃകയുമായിട്ടുള്ള ഈ ഭവന നിർമ്മാണ പദ്ധതി, നമുക്കറിയാം, ഒരു സ്വന്തമായി ഭവനമുള്ളവർക്കാണ് ജീവിതത്തിൽ ഒരു ആത്മാഭിമാനം ഉണ്ടാവുക. അത് പകർന്നു നൽകുന്നതിൽ നമ്മുടെ കടപ്പാടാണ് നമ്മുടെ ഇവിടെ ഈ പൊതുസമൂഹത്തിന് മുൻപാകെ സാക്ഷ്യപ്പെടുത്തുന്നത്. അനുഗ്രഹീതമായ ഈ ചടങ്ങിന്
നേതൃത്വം വഹിക്കുന്നത്. നമ്മുടെ സഭയുടെ പിതാവ് എന്ന നിലയിലും KCBCയുടെ ഈ കാലഘട്ടത്തിലെ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പിതാവെന്ന നിലയിലും ദുരന്തമുണ്ടായ ഉടനെ തന്നെ KCBC മീറ്റിംഗ് കൂടി ദുരിതബാധിതരോട് ചേർന്ന് നിന്ന് അവർക്ക് വലിയ കൈത്താങ്ങ് നൽകുന്നതിന് കേരള സഭയെ മാത്രമല്ല ഭാരത സഭയെയും ലോകമാസകലമുള്ള സഭാവിശ്വാസികളെയും അതിനായി ആഹ്വാനം ചെയ്ത് വലിയ ഒരു തുക സമാഹരിച്ച് അത് പൂവണിയിക്കുന്ന നാളുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ പിതാവേ, അങ്ങ് മലങ്കര സഭയ്ക്കും കേരള സഭയ്ക്കും ഭാരത സഭയ്ക്കും പൊതുസമൂഹത്തിനും നൽകുന്ന വലിയ നേതൃത്വം കഴിഞ്ഞ നാളുകളിൽ സാമൂഹിക ക്ഷേമ പ്രവർത്തനത്തിലുള്ള വലിയൊരു ആദരവ് അവാർഡ് ഡൽഹിയിൽ വെച്ച് പിതാവ് സ്വീകരിച്ചത് നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരികയാണ്. ബാബാ തിരുമേനിയുടെ നാമഹേതുക തിരുനാളിനോടനുബന്ധിച്ച് സ്വീകരിക്കുന്ന എല്ലാ സമ്മാനങ്ങളും ഒന്നിൽ ക്യാൻസർ രോഗികൾക്കായി, അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർക്കായിട്ട്, അല്ലെങ്കിൽ രോഗികൾക്കായിട്ട്, അശരണർക്കായിട്ട് പകർന്നു നൽകുന്ന പിതാവിനെ പോലെയുള്ള ഒരു ദൈവമനുഷ്യൻ്റെ സാന്നിധ്യം അനുഗ്രഹീത കരങ്ങളാൽ പ്രാർത്ഥനകളാൽ ഈ ശിലകൾ ആശീർവദിക്കപ്പെടുമ്പോൾ ആ കുടുംബങ്ങൾക്ക് മാത്രമല്ല ഈ ദേശത്തിന് തന്നെ അത് വലിയ അനുഗ്രഹമായിട്ടും അഭിമാനമായിട്ടും ഭവിക്കുകയാണ്. അത്യഭിവന്ന കർദിനാൾ കാതോലിക്ക ബാവ തിരുമനസിനെ, അഭിവന്യ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്തായുടെയും ഇവിടെ ആഗതരായിരിക്കുന്ന എല്ലാ വൈദികരുടെയും സമർപ്പിതരുടെയും ദൈവജനത്തിൻ്റെയും പേരിൽ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബത്തേരി രൂപതയുടെ അധ്യക്ഷൻ അഭിവന്യ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് പിതാവിനെ ഏത് വാക്കുകളിൽ വിശേഷിപ്പിക്കണം എന്നൊരു ആശങ്ക എനിക്കുണ്ട്. പിതാവ് പൊതുസമൂഹത്തിന് കൊടുക്കുന്ന നേതൃത്വം, വിദ്യാഭ്യാസ മേഖലയിൽ നൽകുന്ന നിസ്തുലങ്ങളായ സംഭാവനകൾ, പ്രത്യേകിച്ചും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുള്ള പിതാവിൻ്റെ സമർപ്പണം, ഈ അടുത്ത നാളുകളിൽ 2018 മുതലുള്ള സോഷ്യൽ മീഡിയയിൽ ബത്തേരി രൂപതയുടെ പ്രവർത്തനങ്ങൾ ഒന്ന് സൂക്ഷിച്ച് നിരീക്ഷിക്കുകയാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നിടത്ത് പിതാവുണ്ട്, ഭക്ഷണം പൊതിയുന്നിടത്ത് പിതാവുണ്ട്, ദുരന്തബാധിത മേഖലകളിൽ പിതാവുണ്ട്. ഒരു നിറസാന്നിധ്യമായി രൂപതയിലെ സാമൂഹിക പ്രേക്ഷിത വിഭാഗമായ ശ്രേയസിനോടും രൂപതയിലെ ദൈവജനത്തോടും ചേർന്ന് നിന്ന് പിതാവ് ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹീത നേതൃത്വം, പിതാവെ അങ്ങേക്ക് ആദരവുകൾ സമർപ്പിച്ചുകൊണ്ട് യോഗത്തിൻ്റെ പേരിൽ അങ്ങേ ഈ കൂട്ടായ്മയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ബത്തേരിയുടെ ബഹുമാന്യനായ ജനപ്രതിനിധി IC ബാലകൃഷ്ണൻ MLA എക്കാലത്തും ബത്തേരി രൂപതയുടെ ഒരു ഉത്തമ സുഹൃത്തും ബത്തേരി രൂപതയുടെ ഏതൊരാവശ്യങ്ങളിലും കൂടെ നിൽക്കുന്ന ഒരു സന്തത സഹചാരിയും ഈ നാടിൻ്റെ സർവ്വതോന്മുഖമായ വികസനത്തിന് എല്ലാവരെയും കൂട്ടിയിണക്കി പ്രവർത്തിക്കുന്ന ഒരു മാന്യനായ ജനപ്രതിനിധിയാണ്. ഏറെ ആദരപൂർവ്വം ഞങ്ങളുടെ പ്രിയപ്പെട്ട MLA ഞാൻ ഈ വേദിയിലേക്ക്, കൂട്ടായ്മയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ബത്തേരി രൂപതയുടെ 2 വികാരി ജനറാളച്ചന്മാർ, ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കീപ്പള്ളിൽ കോറപ്പിസ്കോപ്പാച്ചനും വന്ധ്യ ജേക്കബ് ഓലിക്കൽ വികാരി ജനറാളച്ചനും, അവർ രണ്ടുപേരും നമ്മുടെ പിതാവിനോട് ചേർന്ന് നമ്മുടെ രൂപതയുടെ എല്ലാവിധമായ ആത്മീയവും ഭൗതികവുമായ ഉന്നമനത്തിന് അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജനറാളച്ചന്മാരെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കേരള കത്തോലിക്ക സഭയെ അതിൻ്റെ JPD കമ്മീഷൻ്റെ സെക്രട്ടറിയായി നിന്നുകൊണ്ട് പ്രതിദാനം ചെയ്യുന്ന ജേക്കബ് മാവുങ്കലച്ചൻ പാലക്കാട് രൂപതാംഗമാണ്. അച്ഛനോട് ചേർന്ന് ബഹുമാനപ്പെട്ട റൊമാൻസ് അച്ഛൻ, ഞാൻ കോട്ടയം രൂപതയുടെ വികാരി ജനറൽ വന്ദന മൈക്കൽ വെട്ടിക്കാട്, KCBCയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലായിട്ട് പുതിയ നിയമിതനാകുന്ന തോമസ് തറയിലച്ചൻ, ഞങ്ങൾ ഒരുമിച്ച് ഈ ദുരന്ത മേഖലകൾ സന്ദർശിക്കുകയും ഇതിൻ്റെ പുനരധിവാസത്തെപ്പറ്റി പഠിക്കുകയും ബഹുമാനപ്പെട്ട മാവുങ്കലച്ചനോട് ചേർന്ന് സഹകരിച്ച് പ്രവർത്തിച്ച് വരികയുമാണ്. അച്ഛൻ്റെ നല്ല നേതൃത്വത്തിൽ കേരള സഭയ്ക്ക് നൽകുന്ന എല്ലാ നല്ല സേവനങ്ങളെയും നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ജേക്കബച്ചനെയും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങളായിട്ട് എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് ഞാനവരെയും സ്വാഗതം ചെയ്യുകയാണ്. ശ്രേയസിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ഡേവിഡ് ആലിങ്കലച്ചൻ, പ്രായം കൊണ്ട് ചെറുപ്പമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പരിജ്ഞാനം കൊണ്ടും കർമ്മനിരത കൊണ്ടും വയനാട്ടിൽ ഒരു നിറസാന്നിധ്യമായിട്ട് ദുരന്തമുഖത്തും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് കൂടെയും എപ്പോഴും അദ്ദേഹമുണ്ട്.
ബഹുമാനപ്പെട്ട ഡേവിഡ് അച്ഛനെയും പ്രത്യേകിച്ചും ദുരന്തത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ അച്ഛൻ അവിടെ എത്തി. ശരിക്കും പല പ്രമുഖ ചാനലുകൾക്കും അവിടെ എത്തിപ്പെടാൻ സാധിക്കാത്തൊരു നേരത്ത് ഒരു ഡ്രോണുമായിട്ട് അവിടെ എത്തി ദുരന്തത്തിൻ്റെ ആദ്യത്തെ ചിത്രങ്ങൾ റെക്കോർഡ് ചെയ്ത് പൊതുസമൂഹത്തെ ഈ വിവരം അറിയിച്ചത് ശ്രേയസാണെന്ന് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അത്ര മഹത്തായ ഒരു സേവനം ബഹുമാനപ്പെട്ട ആലിംഗലച്ചനും ശ്രേയസ് ടീം അംഗങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അവരത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രേയസ് ഡയറക്ടേഴ്സിനെയും എല്ലാ ശ്രേയസ് ടീം അംഗങ്ങളെയും വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബത്തേരി രൂപത തുടക്കം കുറിച്ച നാൾ മുതൽ എന്നും പാവങ്ങളോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും പക്ഷം ചേർന്ന് ചിന്തിക്കുകയും ആരെയെല്ലാം കോർത്തിണക്കി ഈ സദുദ്യമത്തിന് അവരുടെ പങ്കാളിത്തവും സമർപ്പണവും സ്വീകരിക്കാമോ അതെല്ലാം സ്വീകരിക്കുന്ന പങ്കാളിത്താധിഷ്ഠിതമായ ഒരു സമീപനത്തിൽ ഈ രൂപത മുന്നേറുമ്പോൾ ബഹുമാനപ്പെട്ട എബ്രഹാം തലോത്തിലച്ഛൻ്റെ സാന്നിധ്യം, അച്ഛൻ്റെ സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റ് സാന്നിധ്യം, PM ജോയി ചേട്ടൻ്റെ സാന്നിധ്യം, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ജനപ്രതിനിധികളുടെ സാന്നിധ്യമെല്ലാം അഭിമാനപുരസ്സരം ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ഏറെ ആദരപൂർവ്വം ബത്തേരി രൂപതയോടെന്നും സർവാത്മന സഹകരിക്കാനായിട്ട് തയ്യാറായിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും രൂപതയുടെ പേരിൽ അനുമോദിക്കുന്നു, രൂപതയുടെ ആശംസകൾ അറിയിക്കുന്നു. ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയുമാണ്. ഈ യോഗത്തിൽ വളരെ അനുഗ്രഹീതമായ ഒരു സമർപ്പണം നടത്തുന്നുണ്ട്. അത് നമ്മുടെ സഭയിലെ തന്നെ ഹോളി സ്പിരിറ്റ് സമൂഹങ്ങളായിട്ടുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണ്. ഹോളി സ്പിരിറ്റ് സമൂഹത്തിലെ അസിസ്റ്റൻറ്റ് പ്രൊവിൻഷ്യൽ ബഹുമാനപ്പെട്ട കൊച്ചു തെരേസ്യ സിസ്റ്റർ ഇവിടെ ആഗതയായിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ലഭ്യമായ അറിവനുസരിച്ച് 1 കോടി രൂപയിലധികം വിലമതിക്കുന്ന 1 ഏക്കർ സ്ഥലം രൂപതയ്ക്ക് സഭയ്ക്കായിട്ട് ഭവന നിർമ്മാണത്തിനായിട്ട് ഈ സന്യാസ പ്രസ്ഥാനം ഇന്ന് അതിൻ്റെ ഡോക്യുമെൻ്റ് നമ്മുടെ പിതാവിന് ഹാൻഡ് ഓവർ ചെയ്യാൻ ഇവിടെ ആഗതയായിട്ടുണ്ട്. ആ സമൂഹത്തോടുള്ള ആദരവ് അറിയിക്കുന്നു. അസിസ്റ്റൻറ്റ് പ്രൊവിൻഷ്യൽ എന്ന നിലയിലും ഇവിടെ ആഗതയായിരിക്കുന്ന മറ്റ് സ്റ്റേഴ്സിനെയും എല്ലാവരെയും ഞാൻ ഏറെ വിനയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സംയുക്തമായ ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ രൂപതയുടെ അഭിമാനഭാജനങ്ങളായിട്ടുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഇവിടെയുണ്ട്, വന്യ വൈദിക ശ്രേഷ്ഠരുണ്ട്, കോറപ്പിസ്കോപ്പമാരുണ്ട്, വൈദിക വിദ്യാർത്ഥികളുണ്ട്, നമ്മുടെ അൽമായ പ്രതിനിധികളുണ്ട്, നമ്മുടെ രൂപതയുടെ MCMFൻ്റെ ആദരണീയരായ അമ്മമാരുണ്ട്. അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ജോൺ ചെരുവളേശനുണ്ട്. നമ്മുടെ ഭക്തസംഘടനയുടെ ഭാരവാഹികളായിട്ട് MCOനെ പ്രദാനം ചെയ്തുകൊണ്ട് എബിയുണ്ട്, റോയ് സാർ MCA പ്രദാനം ചെയ്തുകൊണ്ട്, മാതൃവേദിയൊക്കെ പ്രദാനം ചെയ്തുകൊണ്ട് അവർ ഇവിടെ അനുഗ്രഹീതമായിട്ട് നമ്മുടെ സന്നിധിയിൽ അവർ ആഗതനായിരിക്കുകയാണ്. അവരുടെ അനുഗ്രഹീത സാന്നിധ്യത്തെ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഈ മഹത്തായ സദുദ്യമത്തിൽ KCBC നിർമ്മിക്കുന്ന വീടിൽ മാത്രമല്ല രൂപത ഓൾറെഡി ഒരു ഭവന നിർമ്മാണ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ രൂപത എല്ലാ കുടുംബങ്ങളുടെയും പങ്കാളിത്തം അതിലുണ്ട്, നമുക്കറിയാം. തുടർന്നും നമുക്കത് തുടരണം. നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തരുന്ന മാർഗം അതാണ്. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങളിതെല്ലാം ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞ കർത്തൃവചനം എപ്പോഴും നമ്മുടെ മനോമുഖരങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ. അങ്ങനെ പാവങ്ങളോട് പക്ഷം ചേർന്ന് അവർക്ക് എല്ലാമായി തീരാൻ നമ്മുടെ സഭാപിതാക്കന്മാരോട് സഭാശ്രേഷ്ഠരോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പരിശ്രമിക്കാം, പ്രവർത്തിക്കാം. ഈ യോഗത്തിൽ ആഗതരായി എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. മുണ്ടക്കൈയിലും ചൂരൽമലയിലും വിലങ്ങാടിലും എല്ലാം നഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന KCBCയുടെ ഭവന നിർമ്മാണ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന കേരള സോഷ്യൽ സർവീസ് ഫോറം ഡയറക്ടർ ബഹുമാനപ്പെട്ട ജേക്കബ് മാവുങ്കലച്ചനെ ആമുഖ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. അത്യഭ്യവന്ന കർദിനാൾ ബസേലിയോസ് മാർ ക്ലീമീസ് കാതോലിക്ക ബാവ, ഇന്ന് ഈ യോഗത്തിൽ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന ബത്തേരി രൂപതയുടെ അഭിമന്യ രൂപതാധ്യക്ഷൻ ജോസഫ് മാർ തോമസ് പിതാവേ, ബഹുമാന്യനായ MLA ശ്രീ IC ബാലകൃഷ്ണൻ അവറുകൾ, ബഹുമാനപ്പെട്ട വികാരി ജനറൽ അച്ഛന്മാരെ, നമ്മളെല്ലാവരെയും വളരെ മനോഹരമായി ഇങ്ങോട്ട് സ്വാഗതം ചെയ്ത എൻ്റെ മുൻഗാമി കൂടിയായ ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ, ബഹുമാനപ്പെട്ട ഡേവിഡ് അച്ഛൻ, ബഹുമാനപ്പെട്ട വേദിയിലെ ബഹുമാന്യരായ വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരങ്ങളെ, സദസ്സിലെ
ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രത്യേകമായി ഞങ്ങളുടെ കമ്മിറ്റി അംഗങ്ങളായ ബഹുമാനപ്പെട്ട റൊമാൻസ് അച്ഛൻ, എൻ്റെ ടീം ലീഡറായ ബഹുമാനപ്പെട്ട ശ്രീ ജോസഫ് സാർ, പ്രിയ സഹോദരങ്ങളെ, പ്രിയ സുഹൃത്തുക്കളെ, ജോർജ് അച്ഛൻ വളരെ വ്യക്തമായിട്ട് ഈ മീറ്റിങ്ങിൻ്റെ പ്രസക്തിയെക്കുറിച്ചും ഇതിൻ്റെ ആമുഖ പ്രഭാഷണം വളരെ വ്യക്തമായിട്ട് നമ്മോട് പറഞ്ഞു കഴിഞ്ഞു. വളരെ അഭിമാനവും സന്തോഷവും ചാരിതാർത്ഥ്യവുമുള്ള ഒരു ദിനമാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് ഞങ്ങൾക്കെല്ലാവർക്കും. അത് പറയാൻ പ്രധാനപ്പെട്ട ഒരു കാരണം, ജൂലൈ 30 സംഭവത്തിന് ശേഷം നമ്മുടെ പ്രഖ്യാപനങ്ങൾ നമ്മൾ നടത്തുകയും വലിയ ഒരു ദൗത്യമാണ് ബഹുമാനപ്പെട്ട കേരള കത്തോലിക്ക മെത്രാൻ സമിതി അഭിമന്യ ക്ലീമിസ് പിതാവിൻ്റെ നേതൃത്വത്തിൽ പ്രഖ്യാപിക്കുകയും മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. അത് കേരള ജനത ഒന്നടങ്കം ഏറ്റെടുക്കുകയും പ്രത്യേകിച്ച് നമ്മുടെ സഭാ സമൂഹം വളരെ ക്രിയാത്മകമായി മഹാമനസ്കതയോടുകൂടെ അതിനോട് സഹകരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നമുക്കിന്ന് അഭിമാനത്തോടുകൂടെ, വലിയ ആത്മാഭിമാനത്തോടുകൂടെയും അതുപോലെ ചാരിതാർത്ഥ്യത്തോടുകൂടെയും ഈ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. എന്നാൽ പ്രധാനപ്പെട്ട നമ്മുടെ ദൗത്യമെന്ന് പറയുന്നത് 100 ഭവനങ്ങളുടെ നിർമ്മാണമാണ്. അതോടൊപ്പം തന്നെ അത്രയും കുടുംബങ്ങൾക്കെങ്കിലും ജീവനോപാധി കൊടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ നമ്മൾ 900 പേർക്ക് ജീവനോപാധി കൊടുക്കാനായിട്ടുള്ള പദ്ധതികൾ നിർവഹിച്ച് കഴിഞ്ഞു. ധനസമാഹരണത്തിൻ്റെ ഭാഗമായിട്ട് അതുപോലെ തന്നെ വലിയൊരു 925 കുടുംബങ്ങളിലേക്ക് നമുക്ക് അൺകണ്ടീഷണൽ ക്യാഷ് ട്രാൻസ്ഫർ അവരുടെ ബാങ്കുകളിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. കാരിത്താസിൻ്റെയും മറ്റ് സഹകരണത്തോടുകൂടെ വലിയ സാന്ത്വന ശുശ്രൂഷ ഈ കുടുംബങ്ങൾക്ക് ആ കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. ഇതെല്ലാം ചെയ്തു എന്ന് പറയുമ്പോഴും ഏറ്റവും വിശിഷ്ടമായ, ഏറ്റവും സുപ്രധാനമായ കടമ ഭവന നിർമ്മാണം തന്നെയാണ്. അതിന് നമ്മളിന്ന് തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ഈ ചാരിതാർത്ഥ്യത്തിന് ഏറ്റവും പ്രസക്തമായ കാര്യം. അഭിമന്യ കർദിനാൾ പിതാവ് KCBCയിൽ ഈ കാര്യം നിർദ്ദേശിച്ചുകൊണ്ട് പൊതുസമൂഹത്തെ ഇത് അറിയിച്ചപ്പോൾ അഭിമന്യ പിതാവ് അന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. ഇത് നാം ചെയ്യുന്നത് കേരള സഭയുടെ പൊതുസമൂഹത്തിന് ചെയ്യുന്ന ഒരു സമർപ്പണമായിട്ട് നമ്മളിത് കാണണം. ആ സമർപ്പണത്തെ അങ്ങനെ തന്നെ ഏറ്റെടുത്തുകൊണ്ടാണ് കേരള കത്തോലിക്ക സഭ എന്ന് പറയുന്നത് എല്ലാ സമൂഹ വിഭാഗങ്ങളും, പ്രത്യേകിച്ച് അവിടെ അൽമായ വിഭാഗങ്ങൾ ഉൾപ്പെടെ അതിനോട് മഹാമനസ്കതയോട് സഹകരിച്ചുകൊണ്ടാണ്, അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുള്ളത്. രണ്ടാമത് അഭിമന്യ പിതാവ് അന്ന് പറഞ്ഞൊരു കാര്യം, പലരും ഈ കാര്യത്തിൽ ഭവന നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കും. അതിലൊരു പ്രഖ്യാപനം മാത്രമായിട്ട് നമ്മുടെ പ്രഖ്യാപനം മാറരുത്. അതിന് നമുക്ക് ചരിത്രങ്ങളുണ്ട്. ഇതിന് മുൻപ് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട റൊമാൻസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ സുനാമി ഉണ്ടായപ്പോൾ അതിനെ അഭിമുഖീകരിച്ച കാര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അതിന് സഭ എത്രയോ വലിയ മഹനീയ മാതൃകയാണ് ഈ നാടിന് നൽകിയതെന്ന് നമ്മുടെ മുൻപിലുണ്ട്. അതുപോലെ 2018 മഹാപ്രളയത്തിൻ്റെ സമയത്ത് ജോർജ് അച്ഛനും മറ്റും നേതൃത്വം നൽകിക്കൊണ്ടിരുന്നപ്പോൾ അവിടെയും സഭ ഇടപെട്ട കാര്യങ്ങളെല്ലാം നമ്മുടെ കൺമുൻപിലുണ്ട്. ആ പാഠങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ആ സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ ജൂലൈ 30 ഉണ്ടായ ആ പ്രകൃതി ദുരന്തത്തെ അഭിമുഖീകരിക്കാനായിട്ട് മുന്നോട്ട് വന്നത്. പിതാവ് പറഞ്ഞതനുസരിച്ച് തന്നെ പലരും പ്രഖ്യാപനങ്ങൾ നടത്തി മുന്നോട്ട് വന്നാലും ഏറ്റവും അവസാനം ഈ പരിപാടി 100 ഭവനങ്ങൾ നിർമ്മാണം ഉൾപ്പെടെ ആ 100 പേർക്ക് താക്കോൽ ദാനം നൽകിയിട്ടല്ലാതെ നമ്മൾ ഇവിടുന്ന് മാറുകയില്ല എന്ന് പിതാവ് പറഞ്ഞ കാര്യം നമ്മൾ ഓർക്കുന്നു. അതിന് ഏറ്റവും അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് കൂടെയാണ് നമുക്കിന്ന് സന്തോഷത്തിൻ്റെ കാരണം. അല്പം വൈകി എന്നിരുന്നാൽ പോലും നമുക്കിന്ന് 143-ാം ദിവസം നമ്മുടെ രൂപതകളുടെ ഈ ഭവന നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഭവന നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കാൻ നമുക്കിന്ന് സാധിക്കുന്നു. മാനന്തവാടി രൂപതയെടുത്ത് ഇന്ന് കഴിഞ്ഞിട്ടാണ് ഇന്നിപ്പോൾ ബത്തേരി രൂപതയിൽ ഇത് നിർവഹിക്കുവാനായിട്ട് ഇന്ന് നമ്മളെല്ലാവരും കൂടെ ചേർന്നിരിക്കുന്നത്. നാളെ വിലങ്ങാട് ഭാഗത്തുള്ള ഭവനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം അഭിമന്യ കർദിനാൾ പിതാവ് 5 മണിക്ക് വിലങ്ങാട് ഉദ്ഘാടനം ചെയ്യുന്നു. കോഴിക്കോട് രൂപതയുടേതും അവിടെ തന്നെ വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. വലിയ ചാരിതാർത്ഥ്യവും സന്തോഷവും അഭിമാനവും തോന്നുന്ന നിമിഷങ്ങളാണ്. പക്ഷേ അതല്ല നമ്മുടെ ലക്ഷ്യം ഈ 100 ഭവനങ്ങളെങ്കിലും പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ മുൻപോട്ടുള്ള പ്രയാണത്തിൽ ആ ഭവന നിർമ്മാണ പൂർത്തീകരണം ഉൾപ്പെടെയുള്ള നമ്മുടെ ഒത്തൊരുമയോടുകൂടെയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരുടെയും സഭയുടെ മുൻപോട്ടുള്ള പ്രയാണത്തിലും പ്രത്യേകിച്ച് ബത്തേരി രൂപതയിൽ ഏറ്റെടുത്ത് നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഭവന നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ ബത്തേരി രൂപതയുടെയും എല്ലാവിധ സഹകരണവും എല്ലാവിധ പിന്തുണയും ഈ രൂപതയ്ക്കും ഉണ്ടാകണമെന്നും സഭയുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും നമ്മുടെ ഒത്തൊരുമിച്ചുള്ള പിന്തുണ ഉണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുക കൂടെയാണ് ഈ അവസരത്തിൽ. ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം
നമുക്ക് മഹനീയമായിട്ട് നമ്മൾ എടുത്തു പറയുമ്പോഴും നമ്മുടെ സുപ്രധാനമായ കടമ ഭവന നിർമ്മാണം തന്നെയാണ് എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടെ അതിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ആഗ്രഹം ഒരിക്കൽ കൂടെ ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ട്, അഭിവന്യ പിതാക്കന്മാർ ഈ കർത്തവ്യങ്ങൾക്ക് നൽകുന്ന ധീരമായ നേതൃത്വവും തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് സമയത്ത് നടപ്പിലാക്കുവാനായിട്ട്, സമയബന്ധിതമായിട്ട് അത് പൂർത്തിയാക്കാനായിട്ട് അവർ എടുക്കുന്ന തീരുമാനങ്ങളെയും അവർ നടപ്പിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം എന്നുള്ളത് ഒരിക്കൽ കൂടെ ആവർത്തി ഏറ്റുപറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ബത്തേരി രൂപതയുടെ തൃതീയ മെത്രാപ്പോലീത്ത ജാതി മതഭേദമന്യേ ഏവർക്കും പ്രിയങ്കരനായ, എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും ഭവനമെന്ന വലിയ നന്മ ഈ നാടിന് നൽകുന്ന ബത്തേരി രൂപതയുടെ നല്ല ഇടയൻ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലീത്തായി അധ്യക്ഷ പ്രസംഗത്തിനായി ഹൃദയപൂർവ്വം ക്ഷണിക്കും. അധ്യക്ഷ പ്രസംഗത്തിന് മുമ്പായിട്ട് നമ്മളുടെ ഈ മുണ്ടക്കൈ ചീരൽമല പ്രകൃതി ദുരന്തം അറിഞ്ഞപ്പോൾ തന്നെ നമ്മളുടെ ഒരു സ്കൂളിൽ നിന്ന്, നമ്മളുടെ മാവേലിക്കരയിലുള്ള ബ്രൂക്ക് ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്ന് ബഹുമാനപ്പെട്ട തലാത്തലച്ചനും അവിടുത്തെ PTA പ്രസിഡൻറ്റും ഒരു വീട് 10 ലക്ഷം രൂപ നൽകി നമുക്ക് സ്പോൺസർ ചെയ്ത് അതിന്ന് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛന് രാത്രിയിൽ തന്നെ തിരികെ പോകേണ്ടതുകൊണ്ട് ബഹുമാനപ്പെട്ട എബ്രാഹാം തലാത്തലച്ചൻ ഇവിടെയുണ്ട്, PTA പ്രസിഡൻ്റുണ്ട്. അവരോട് നമുക്കുള്ള വലിയ ആദരവും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. വളരെ വിദൂരത്തിൽ നിന്ന് കൈയൊക്കെ ഇവിടെ വന്ന് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ഭവനം പണിയുവാൻ PTA പ്രിയപ്പെട്ട ഗിരീഷ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തലോത്തലച്ചൻ ഏറ്റെടുത്ത വലിയ ത്യാഗത്തിന് നമ്മുടെ KCVCയുടെയും അതോടൊപ്പം തന്നെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെയും ബത്തേരി രൂപതയുടെയും സ്നേഹവും ആദരവും അറിയിക്കുകയാണ്. അവരെ രണ്ടുപേരെയും നമ്മുടെ കർദിനാൾ തിരുമേനി പൊന്നാടി അനുസരിച്ച് ആദരിക്കുന്നതും അതോടൊപ്പം തന്നെ അവരിൽ നിന്ന് സംഭാവന സ്വീകരിക്കുന്നതുമാണ്. ആദരവേറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട അബ്രഹാം തലോത്തലച്ചനെയും PTA പ്രസിഡൻറ്റിനെയും ബ്രൂക്ക് ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ PTA പ്രസിഡൻറ്റിനെയും സ്വാഗതം ചെയ്യുന്നു. അഭിമന്യ ബാബ തിരുമനസ്സുകൊണ്ട് ഈ രണ്ടുപേരെയും ഷാൾ അണിയിച്ച് ആദരിക്കുന്നു. ബ്രൂക്ക് ഇൻ്റർനാഷണൽ സ്കൂൾ പ്രത്യേകമായി സംഭാവന നൽകിയ വീടിൻ്റെ താക്കോൽദാന ചടങ്ങ് നൽകുന്നു. ഈ ഭവനം സ്വീകരിക്കുന്നതിന് വേണ്ടി സ്വന്തമായൊരു ഭവനം സ്വപ്നം കണ്ട ബേബി രാജേന്ദ്രൻ അളക്കുമലൈ കുടുംബാംഗങ്ങളെ ഹൃദയപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ശ്രീ ബേബി രാജേന്ദ്രൻ വേദിയിലെത്തി അഭിനന്ദ കാതോലിക്ക ബാവയിൽ നിന്ന് ഈ ഭവനത്തിൻ്റെ താക്കോൽ ഏറ്റുവാങ്ങും. ആ ഭവനത്തിന് താക്കോൽ പിന്നീട് ശ്രീ ബേബി രാജേന്ദ്രൻ കുടുംബവും വേദിയിലെത്തി അഭിനന്ദ പിതാവിൽ നിന്ന് അവരുടെ ഭവനത്തിൻ്റെ താക്കോൽ ഏറ്റുവാങ്ങുന്നു. ബ്രൂക്ക് ഇൻ്റർനാഷണൽ സ്കൂൾ പ്രത്യേകമായി നിർമ്മിച്ച് നൽകുന്ന ഭവനത്തിൻ്റെ താക്കോലാണ് ഈ വേദിയിൽ വെച്ച് ഇപ്പോൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അത്യഭിന്ന കാതോലിക്ക ബാബ തിരുമനസ് ക്ലീമീസ് മാർ കർദിനാൾ ജോസഫ് മാർ തോമസ് തിരുമേനി, വന്ദിരായ മോൺസിനോറച്ചന്മാരെ, വന്ദിരായ വൈദിക ശ്രേഷ്ഠരെ, സന്യസ്തരെ, പ്രിയപ്പെട്ടവരെ, ബ്രൂക്ക് ഇൻ്റർനാഷണൽ സ്കൂളിലെ അതൊരു വില്ലേജാണ്. ആ വില്ലേജിൽ പ്രവർത്തിക്കുന്ന ആ സ്കൂളിൽ നിന്ന്
ഞങ്ങൾക്ക് ഇത്രയും തുക സമ്പാദിച്ചു എന്നുള്ളതല്ല, ആ കുഞ്ഞുങ്ങളിലേക്ക് ഞങ്ങൾക്ക് ഒരു നല്ല മനോഭാവം സന്നിവേശിപ്പിക്കാനായിട്ട്, അതിൻ്റെ ഉടമകളാക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചാരിതാർത്ഥികമായിട്ടുള്ളത്. ആ ദുരന്തമുണ്ടായ നിമിഷത്തിൽ തന്നെ ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് 6.5 ലക്ഷം രൂപ വിദ്യാർത്ഥികളിൽ തന്നെ കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അവർ കൊച്ചു കൊച്ചു സാധനങ്ങൾ കൊണ്ടുവന്ന് ലേലം ചെയ്ത് ആ ലേലത്തിൽ നിന്ന് കിട്ടിയ തുക കൊടുത്തു. പലരുടെയും കാണിക്ക വഞ്ചികൾ, കുട വാങ്ങിക്കാനും സൈക്കിൾ വാങ്ങിക്കാനും വെച്ചിരുന്ന തുകകൾ അവർ ഇവിടെ വീട് നഷ്ടപ്പെട്ടവർക്കൊരു വീട് കൊടുക്കുവാനായിട്ട് സഹായിച്ചു എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന ഏറെ ബഹുമാന്യരായ നിങ്ങളെല്ലാവരോടും പറയാനായിട്ടുള്ളത് ഒരു കാര്യം ഇതാണ്: നമ്മൾ മനസ്സ് വെച്ചാൽ, നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്ക് ഏത് കാര്യവും സാധ്യമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ഒരു അവസരം നൽകിയ അഭിനന്ദ ജോസഫ് മാർ തിരുമേനിയോടും അതുപോലെ കർദിനാൾ തിരുമേനിയോടും ഇവിടെ വേദിയിലായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളോടും MLA IC ബാലകൃഷ്ണൻ സാറിനോടും ഉള്ള ബ്രൂക്ക് ഇന്റർനാഷണൽ സ്കൂളിൻ്റെ സ്നേഹവും ആദരവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ അനുഗ്രഹീത സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന നമുക്കെല്ലാം പ്രിയങ്കരനായ നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ ബസേലിയസ് കർദിനാൾ ക്ലീമീസ് ബാവ തിരുമേനി, നമുക്ക് ഇവിടെ അനുഗ്രഹ പ്രഭാഷണം നൽകുന്ന നമ്മുടെ ആദരണീയനായ MLA ശ്രീ IC ബാലകൃഷ്ണൻ, ജനറൽ അച്ഛന്മാർ, നമ്മളുടെ KCBCയുടെ ഭവന നിർമ്മാണ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ജേക്കബ് മാവങ്കലച്ചൻ, ടീം അംഗങ്ങൾ ബഹുമാനപ്പെട്ട ജോർജ് വെട്ടിക്കാട്ടിലച്ചൻ, പ്രിയപ്പെട്ട റൊമാൻസ് അച്ഛൻ, അതുപോലെ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവർ, ബഹുമാനപ്പെട്ട വൈദികരെ, സന്യസ്തരെ, ഏറ്റവും സ്നേഹമുള്ള അൽമായ സഹോദരങ്ങളെ, അമ്മമാരെ, പ്രിയപ്പെട്ടവരെ, സമയബന്ധിതമായിട്ടാണ് ഈ പരിപാടി ക്രമീകരിച്ചിട്ടുള്ളത്. എല്ലാവർക്കും 3-4 മിനിറ്റൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ സമയബന്ധിതമായി തീർക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ധ്യാ സമയമാണിത്. ഇവിടെ 2-3 കാര്യങ്ങൾ കൊണ്ട് നമുക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ KCBCയുടെ പ്രസിഡൻ്റായ അഭിവന്യ ബാവ തിരുമേനിയുടെ സാന്നിധ്യമാണ്. ഇവിടെ എല്ലാവർക്കും ഭവനം എല്ലാവർക്കും ഭൂമി എന്ന് പറയുന്ന നമ്മളുടെ രൂപതയുടെ ഭവന നിർമ്മാണ പദ്ധതി, KCBCയുടെ ഭവന നിർമ്മാണ പദ്ധതി, അമ്മമാരുടെ MCMFൻ്റെ ജൂബിലിയും മത്സരവും സമ്മാനദാനവും ഒക്കെ നമ്മളെ കൊണ്ടാടുമ്പോഴും നമുക്ക് സന്തോഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ ബാവ തിരുമേനിയുടെ തിരുനാൾ 1-ാം തീയതി നമ്മൾ ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. വീണ് കിട്ടിയ ഒരു അവസരം എന്നുള്ള രീതിയിൽ ഈ അവസരം ബാവ തിരുമേനിയുടെ തിരുനാളിൻ്റെ ആശംസകളെ അറിയിക്കുവാൻ വേണ്ടി ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മുടെ സഭയെ സംബന്ധിച്ചും ഭാരത സഭയെ സംബന്ധിച്ചും ഏറ്റവും അഭിമാനമുള്ള ഒരു പേരാണ് ബസേലിയോസ് ക്ലീമീസ് കർദിനാൾ ബാവ തിരുമേനി എന്ന് പറയും. ആഗോള സഭയിലും ഭാരത സഭയിലും കേരള സമയത്തും നമ്മുടെ രാഷ്ട്രത്തും പൊതുസമൂഹത്തുമെല്ലാം അത്ഭുതകരമായ നേതൃത്വമാണ് അഭിവന്യ പിതാവ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായോട് ചേർന്ന് കർദിനാൾ സംഘത്തിലെ അംഗമെന്നുള്ള നിലയിലും പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ അംഗമെന്നുള്ള നിലയിലും അതുപോലെ തന്നെ നമ്മുടെ പൊന്തിഫിക്കൽ കൗൺസിൽ ഫോർ റിലീജിയസ് ഡയലോഗ് എന്ന് പറയുന്ന കമ്മീഷൻ്റെ അംഗമെന്നുള്ള നിലയിലും നമ്മളുടെ ഏഷ്യൻ ബിഷപ്സ് കോൺഫറൻസിൻ്റെ FABC തുടങ്ങിയ സംഘടനകളുടെ അംഗമെന്നുള്ള നിലയിലും പിതാവ് സാർവത്രിക സഭയ്ക്ക് കൊടുക്കുന്ന നേതൃത്വം
അതുല്യമാണ്, അത്ഭുതകരമായിട്ടുള്ള ആ നേതൃത്വമാണ്. നമ്മുടെ ഭാരതത്തിലെ സഭയിൽ CBCയുടെ മുൻ പ്രസിഡൻ്റായി, CBCയുടെ വൈസ് പ്രസിഡൻ്റായി, വിവിധ കമ്മിറ്റികളുടെ പ്രസിഡൻ്റായി നമ്മുടെ ഭാരതസഭയ്ക്ക് പിതാവ് കൊടുക്കുന്ന നേതൃത്വം നമ്മളുടെ പ്രത്യേകമായ അഭിമാനത്തിൻ്റെ കാര്യമാണ്. 2 പ്രാവശ്യം KCBCയുടെ പ്രസിഡൻ്റായി, അതുപോലെ തന്നെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആത്മീയ നേതൃത്വം എല്ലാ രൂപതകളിലും നൽകുന്ന ആദരണീയനായിട്ടുള്ള സഭാതലവനായി കൊടുക്കുന്ന ആത്മീയ നേതൃത്വം വളരെയേറെ അനുശനീയമായിട്ടുള്ളതാണ്. നമ്മുടെ രാഷ്ട്രത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിയോട് ചേർന്ന് നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ അംഗമായി കേരള സമൂഹത്തിലെ സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ രംഗത്തൊക്കെ എല്ലാവർക്കും കൃത്യമായ നേതൃത്വം നൽകുന്ന സഭാ തലവൻ എന്നുള്ള നിലയിൽ ഇന്ന് വരെ ഏതാണ്ട് 10ഓളം അവാർഡുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഗ്ലോബൽ എക്സലൻസ് അവാർഡ്, അതുപോലെ തന്നെ എക്സലൻസ് അവാർഡ് ഫോർ ചേംബർ ഓഫ് കൊമേഴ്സ്, അതുപോലെ C. കേശവൻ അവാർഡ്, കഴിഞ്ഞ ദിവസങ്ങളിൽ മാനവസേവ അവാർഡ്, ഡോക്ടർ സ്വാമിനാഥൻ അവാർഡ് തുടങ്ങിയ അവാർഡുകളുടെ ഒരു മെത്രാപ്പോലിത്തയായ കരുതനാളായി അഭിനന്ദനായ ബാബാ തിരുമേനി ഓരോ ദിവസവും ഓരോ ആഴ്ചയും ഓരോ അവാർഡ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മെ സംബന്ധിച്ച് വളരെയേറെ സന്തോഷകരമായ അനുഗ്രഹീതമായിട്ടുള്ള അനുസ്മരണയാണ്. അപ്പോൾ പിതാവിൻ്റെ തിരുനാൾ, സ്വർഗീയ മധ്യസ്ഥൻ്റെ തിരുനാൾ ജനുവരി മാസം 1-ാം തീയതി ആഘോഷിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അവിടെ പോകാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ഇവിടെ വച്ച് നമ്മളുടെ രൂപതയുടെ തിരുനാൾ ആഘോഷങ്ങൾ ഞാൻ ഹൃദയംഗമായി നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ബാബാ തിരുമേനിക്ക് ആശംസിക്കുകയാണ്. നമ്മളുടെ പ്രാർത്ഥനകൾ പിതാവിന് നൽകുകയാണ്. കേരള സഭയിൽ പിതാവ് നൽകിക്കൊണ്ടിരിക്കുന്ന നേതൃത്വം പ്രത്യേകിച്ച് KCBCയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ KCBCയുടെ ഭവന നിർമ്മാണ പദ്ധതി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ മറ്റ് ഒരു നാളും കാണാത്തതുപോലെ ഇവിടെ ഒരു ദുരന്തമുണ്ടായി എന്നറിഞ്ഞപ്പോൾ KCBC പ്രസിഡൻറ്റ്, നമുക്കറിയാം, ജസ്റ്റിസ് പീസ് ഡെവലപ്മെൻറ്റ് കമ്മീഷൻ്റെ ചെയർമാനായ ജോസ് പുളിക്കലച്ചനോട് ചേർന്ന്, നമ്മളുടെ പ്രിയപ്പെട്ട ജേക്കബ് മാവുങ്കലച്ചനോട് ചേർന്ന് മാനന്തവാടിയിലെ ഇവിടെയുള്ള പിതാക്കന്മാരെ എല്ലാം വിളിച്ചു വരുത്തി നമ്മുടെ ദുരന്ത ഭൂമിയിൽ മുണ്ടക്കൈ ചുരൽമല പ്രദേശത്ത് പോവുകയും അവിടെ വെച്ച് കേരള സഭയുടെ 100 ഭവനങ്ങൾ ഈ പ്രദേശത്തുള്ള 4 രൂപതകളുടെ മെത്രാന്മാരുടെ തീരുമാനമനുസരിച്ച് നടത്തിക്കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ മാനന്തവാടി രൂപതയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഭവന നിർമ്മാണ പദ്ധതിയുടെ ഉദ്ഘാടനം ഇന്ന് 4 മണിക്ക് നടന്നു. 2ാമത്തെ ഉദ്ഘാടനം ഇവിടെ നടക്കുകയാണ്. ബത്തേരി രൂപതയുടെ ആഭിമുഖ്യത്തിൽ KCBC പണിയുന്ന വീടുകളുടെ എല്ലാ കല്ലുകളും ഇവിടെ ഇപ്പോൾ ആശീർവദിച്ച് നൽകുന്നതാണ്. അതുപോലെ തന്നെ നാളെ നമ്മുടെ വിലങ്ങാട്, താമരശ്ശേരി, അതുപോലെ തന്നെ കോഴിക്കോട് രൂപതകളുടെ ആഭിമുഖ്യത്തിൽ പിതാക്കന്മാരിലൂടെ KCBC നിർമ്മിക്കുന്ന ഭവനങ്ങളുടെ നിർമ്മാണം ആരംഭിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ പൊതുസമൂഹവും നമ്മളാരെയും കുറ്റം പറയില്ല, ഗവൺമെൻറ് ഒക്കെ പകച്ചു നിൽക്കുമ്പോഴും നമ്മളുടെ KCBC കേരള സഭ തൻ്റെ ഇടത്തോടുകൂടി 100 ഭവനങ്ങൾ പണിയുവാനായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആവിഷ്കരിക്കുമ്പോൾ കേരള സഭയിലെ മക്കൾ എന്നുള്ള നിലയിൽ നമ്മൾ പ്രത്യേകമായി അഭിമാനം കൊള്ളുകയാണ്. കേരള സഭയ്ക്ക് ഇതുപോലെയുള്ള ദുരന്ത മുഖത്ത് വലിയ അഭിമാനപൂർവമായ ശുശ്രൂഷ നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട റൊമാനസ് അച്ഛന് ഇവിടെ ഇരിപ്പുണ്ട്. അച്ഛൻ്റെ കാലത്താണ് കേരള സഭ നമ്മളുടെ ദുരന്തമുണ്ടായ അവസരത്ത് അനേകം ഭവനങ്ങൾ നമ്മളുടെ കടൽപ്പുറത്തുള്ള മേഖലയിലുള്ള സഹോദരങ്ങൾക്ക് പണിഞ്ഞു കൊടുത്തത്. അതുപോലെ തന്നെ ഓക്കി ദുരന്തമുണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട നമ്മളുടെ ജോർജ് വെട്ടിക്കാടുടെ നേതൃത്വത്തിൽ 100 കോടിയിൽ പരം രൂപ ചെലവഴിച്ച് KCBCയിൽ എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ നമ്മൾ സാമൂഹിക സേവനം നടത്തിയത്. ബഹുമാനപ്പെട്ട ജേക്കബ് മാവുങ്കലച്ചനാണ് ഇപ്പോൾ 100 വീടിൻ്റെ ഭവന നിർമ്മാണത്തിന് കള്ളുകൾ നമ്മളുടെ KCBCയോട് ചേർന്ന് സമർപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു 1 വർഷത്തിനുള്ളിൽ കേരള സഭ മുഴുവൻ അഭിമാനപൂർവ്വം ഓർക്കുന്ന ഒരു ഭവന നിർമ്മാണ പദ്ധതി ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രത്തിന് തന്നെ, കേരളത്തിന് അഭിമാനകരമായ
ഒരു പദ്ധതിയായി ജേക്കബ് മാമുങ്കലച്ചൻ്റെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെയും നേതൃത്വത്തിൽ KCBC നടപ്പാക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. നമ്മുടെ എല്ലാ പിന്തുണയും പ്രാർത്ഥനയും ആശംസകളും ജേക്കബ് അച്ഛനും ടീം അംഗങ്ങൾക്കും നമ്മൾ നൽകുകയാണ്. ബത്തേരി ഏറ്റെടുത്തിരിക്കുന്ന ഭവനത്തിൻ്റെ നിർമ്മാണം 100% സമയബന്ധിതമായി ഇവിടെ ശ്രേയസ് വഴി പൂർത്തിയാക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന പോലെ നമ്മളുടെ രൂപത ഇവിടെ ഞാൻ ബാബാ തിരുമേനിയുടെ ഫീസ്റ്റ് പറഞ്ഞ അവസരത്തിൽ വിട്ടുപോയൊരു കാര്യമാണ്. കേരളത്തിൽ മുഴുവൻ ഒരു സാമൂഹ്യ വിപ്ലവം സൃഷ്ടിച്ചത് അഭിവന്ദനായ ബസേലിയസ് ക്ലിമീസ് ബാബാ തിരുമേനിയാണ്. കേരള സഭ ആരാധനയിലും പ്രാർത്ഥനയിലും അതുപോലെ ചെറിയ ചെറിയ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഒതുങ്ങി നിന്നപ്പോൾ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനായി എല്ലാവർക്കും ഭവനം നിർമ്മിക്കുന്ന സഭയുടെ പുനരൈക്യ പ്രേക്ഷിത സെൻറ്റിനർ അനുസരിച്ച് നമ്മളുടെ സഭ ആഘോഷമല്ല, പാവപ്പെട്ടവന് വീടാണ് കൊടുക്കേണ്ടത് എന്ന് സിനഡിൽ പറയുകയും അതിൻ്റെ ഫലമായി ഏതാണ്ട് 2000-ൽ പരം വീട് മലങ്കര കത്തോലിക്ക സഭയിലും ഇതര സമൂഹങ്ങളിലും കൊടുക്കുന്ന ഒരു വലിയ സാമൂഹിക വിപ്ലവം, ഒരുപക്ഷെ അത് ശാന്തമായ വിപ്ലവമാണ്, ആരും ശ്രദ്ധിക്കാത്ത വിപ്ലവമാണ്. ഒരു കാലഘട്ടം കഴിയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഭവന നിർമ്മാണ പദ്ധതിക്ക് കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാന്ന് ചോദിച്ചാൽ ബസേലിയസ് ക്ലിമീസ് ബാബാ തിരുമേനി എന്ന് ചരിത്രം പറയത്തക്ക രീതിയിലുള്ള ഒരു വലിയ ഭവന നിർമ്മാണ പദ്ധതി നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഇവിടെ എല്ലാ രൂപതകളിലും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബത്തേരി രൂപത അത് ഏറ്റെടുത്ത് നമ്മളൊരു ക്യാപ്ഷൻ കൊടുത്തു, എല്ലാവർക്കും ഭവനം, എല്ലാവർക്കും ഭൂമി. നമ്മളുടെ പൊതുസമൂഹത്തിലുള്ള എല്ലാവർക്കും ശ്രേയസിൻ്റെ ജൂബിലിയോടനുബന്ധിച്ച് 78-ൽ പരം ഭവനങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ഡേവിഡ് അവിടെ ശാന്തമായിരിപ്പുണ്ട്. നമ്മുടെ കാസർഗോഡ് തൊട്ട് എല്ലാ സ്ഥലങ്ങളും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ബത്തേരി രൂപതയോ നമ്മുടെ പാസ്റ്റർ കൗൺസിലോട് ചേർന്ന് ഓരോ പ്രദേശത്തുമുള്ള വൈദിക ജില്ലകൾ ചേർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് നമ്മൾ 10 ഭവനങ്ങൾ നിർമ്മിച്ച് കുദാശയിലെ വാസയോഗ്യ ആൾക്കാരെ താമസിക്കുന്നു. ഇവിടെ ഇപ്പോൾ 8 വീടിൻ്റെ താക്കോൽ കൊടുക്കുകയാണ്. നമ്മുടെ കൽപ്പറ്റ, അതുപോലെ തന്നെ പുൽപ്പള്ളി, അതുപോലെ നമ്മുടെ നിലമ്പൂർ, എടക്കര, കോഴിക്കോട്, നീലഗിരി തുടങ്ങിയ എല്ലാ വൈദിക ജില്ലകളിലും ഭവനങ്ങൾ പണിതുകൊണ്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 60-ൽ പരം ഭവനങ്ങൾ നമ്മൾ പണിത് കൊടുത്തു. അതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, ആരും അറിയാതെ പാവങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മ, വൈദികരുടെയും സന്യാസികളുടെയും അതുപോലെ തന്നെ അൽമായ പ്രേക്ഷിതരുടെയും കൂട്ടായ്മയിലാണ് അത് നിർമ്മിക്കുന്നത്. അതിൻ്റെ 8 ഭവനങ്ങളുടെ താക്കോൽദാന കർമ്മം ഇവിടെ നടക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ KCBCയുടെ ഭവനങ്ങളുടെ കല്ലുകൾ ഇവിടെ ആശീർവദിച്ച് കൊടുക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനേകം ആൾക്കാർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് പ്രിയപ്പെട്ട തലവത്തലച്ഛനും അദ്ദേഹത്തിൻ്റെ സ്കൂളും അത് മനോഹരമായി വാഗ്ദാനം ചെയ്ത് ഇപ്പോൾ 10 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. ഈ ഭവന നിർമ്മാണത്തെപ്പറ്റി പറഞ്ഞ അവസരത്തിൽ നമ്മുടെ ഹോളി സ്പിരിറ്റ് സിസ്റ്റേഴ്സ് 1 കോടി രൂപ അല്ല 1.5 കോടിയോളം രൂപ മതിപ്പുള്ള 1 ഏക്കർ സ്ഥലം ഹോളി സ്പിരിറ്റ് സിസ്റ്റേഴ്സ് ഭവന നിർമ്മാണ പദ്ധതിക്ക് നൽകിയിരിക്കുകയാണ്. അതും തീർച്ചയായിട്ടും നമ്മുടെ പാവപ്പെട്ടവർക്ക് നൽകി ഭവന നിർമ്മാണ പദ്ധതി നമ്മളിവിടെ പൂർത്തിയാക്കുന്നതാണ്. ഈ ഒരു ദുരന്തമുണ്ടായ അവസരത്തിൽ ശ്രേയസിലെ പ്രവർത്തകർ, ശ്രേയസിൻ്റെ പണമല്ല, അവരുടെ പ്രവർത്തകരുടെ പണം, പ്രത്യേകിച്ച് പുൽപ്പള്ളിയിലെ ശ്രേയസ് യൂണിറ്റ് ഒരു ഭവനം അവർ തന്നെ പൈസ ഉണ്ടാക്കി പണി തീർത്തുകൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഭവന നിർമ്മാണത്തിന് പല രീതിയിലുള്ള, ഇതിനകത്ത് ഇവിടെ പറഞ്ഞുവല്ലോ, നമ്മൾ ജാതിയോ മതമോ വർഗമോ ഒന്നും നോക്കുന്നില്ല. ഇവിടെ 3 കല്ലുകൾ കൊടുക്കുന്നത് 3 വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കാണ്. അങ്ങനെ നമ്മുടെ ഈ സമൂഹത്തിൽ വേദനിക്കുന്ന എല്ലാവർക്കും കിടന്നുറങ്ങുവാൻ ഒരു ഭവനം നൽകുന്ന പദ്ധതി, അത് ബാബാ തിരുമേനിയോട് സഭാത്മകമായ ശുശ്രൂഷയോട് ചേർന്ന്, KCBCയുടെ ശുശ്രൂഷയോട് ചേർന്ന്, നമ്മുടെ ശ്രേയസിൻ്റെ പ്രവർത്തനത്തോട് ചേർന്ന്, അതുപോലെ തന്നെ ഈ പൊതുസമൂഹത്തിൽ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട നമ്മളുടെ കാതർക്ക ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ വേദിയിൽ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ സഭയിലെ രൂപതയുടെ ആരംഭം മുതൽ പട്ടാമ്പി കാതർക്ക ബാബാ തിരുമേനിക്കെല്ലാം അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വലിയ പിന്തുണ നമ്മുടെ ഈ ഭവന നിർമ്മാണ പദ്ധതിക്കുണ്ട്. നമ്മുടെ MLAയുടെ പിന്തുണ അതിശക്തമായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരുടെയും കൂട്ടായ്മയിലാണ് നമ്മൾ ഈ ഭവന നിർമ്മാണ പദ്ധതി പൂർത്തിയാക്കുന്നത്.
അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ഈ അവസരത്തിൽ അനുമോദിക്കുകയും രൂപതയുടെ എല്ലാവിധമായ പിന്തുണയും ഞാൻ വാഗ്ദാനം ചെയ്യുകയുമാണ്. നമ്മുടെ അമ്മമാർ ഈ രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, അമ്മമാർ മത്സരമൊക്കെ നടത്തി ബാവാത്തിൻ്റെ മേൽ നിന്ന് സമ്മാനം വാങ്ങിക്കുവാനായിട്ട് വന്നിരിക്കുകയാണ്. മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ച എല്ലാ അമ്മമാർക്കും ഇപ്രാവശ്യം വിജയിക്കാൻ സാധ്യമല്ലാത്ത അമ്മമാർക്ക് അടുത്ത പ്രാവശ്യം വിജയിക്കാൻ സാധ്യമാകും എന്നുള്ള വിശ്വാസത്തിലും ഞങ്ങളെ എല്ലാവരെയും പ്രത്യേകമായിട്ട് അനുമോദിച്ചുകൊണ്ട് ഈ ഭവന നിർമ്മാണ പദ്ധതിക്ക് ഇവിടെ നേതൃത്വം കൊടുക്കുന്ന രൂപതയിൽ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ അച്ഛന്മാരാണ്. നമ്മുടെ ജില്ലാ വികാരി ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛനാണ്. MCAയുടെ സ്പിരിച്വൽ ഫാദർ ജെയിംസ് മലയപ്പറമ്പിലച്ഛന്, MCAയുടെ പ്രസിഡൻറ്റ്, ഈ വൈദിക ജില്ലയിലെ പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി തുടങ്ങിയ എല്ലാവരും ഇവിടെ സന്നിഹിതരാണ്. എല്ലാവരെയും അനുമോദിച്ചുകൊണ്ട് എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു സന്ധ്യ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. KCBCയുടെ അധ്യക്ഷൻ, അനന്തപുരിയിലെ നന്മയുടെ സഹോദര്യത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ മുഖം, സഭയുടെ രാജകുമാരൻ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ അത്യഭിവന്യ ബസീലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവായെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി വിനയപുരസ്സരം ക്ഷണിക്കുന്നു. നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അഭിനന്ദനായ ജോസഫ് മാർ തോമസ് പിതാവേ, നമ്മുടെ പ്രിയങ്കരനായ ജനപ്രതിനിധി MLA IC ബാലകൃഷ്ണൻ, പ്രിയപ്പെട്ട ജനറൽ അച്ഛന്മാർ, വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന ബഹുമാനപ്പെട്ട മാവുങ്കലച്ഛൻ, പ്രിയപ്പെട്ട ശ്രീ ജോയി, പ്രിയമുള്ള സഹോദരന്മാരെ, പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പറഞ്ഞിട്ട് വന്നാലും പറയാതെ വന്നാലും ബത്തേരിയിൽ എനിക്ക് ചടങ്ങുകൾക്ക് യാതൊരു ക്ഷാമവും. ഞാൻ പറയും, ഈ പ്രാവശ്യം പരിപാടി ഒന്നുമില്ല, ഞാൻ വരുന്നു, അതുപോലെ തിരിച്ചു പോകുന്നു. തോമസ് പിതാവിന് അസാധാരണമായൊരു വൈഭവമുണ്ട്. അത് ഏത് കാര്യം പറഞ്ഞാലും എന്തിൻ്റെയെങ്കിലും പേരിലൊരു സമ്മേളനം ഇവിടെ നടത്താതെ എന്നെ പറഞ്ഞു വിടാറില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം മുതൽ ഒരു സ്പെഷ്യൽ ഫീസ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കും. എണ്ണമനുസരിച്ച് അതൊരു കൃത്യതയിൽ. പ്രിയപ്പെട്ട IC ബാലകൃഷ്ണൻ ഇവിടെ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തോടുള്ള നമ്മുടെ സഭയുടെ ആദരവ് ഞാൻ അറിയിക്കുന്നു. എക്കാലവും അദ്ദേഹം എപ്പോഴും നമ്മുടെ ചേർന്ന് നിൽക്കുന്ന ജനപ്രതിനിധിയാണ്. ഇവിടെ നമ്മുടെ ഒരു വലിയ ക്രിസ്തീയ സാക്ഷ്യത്തിൻ്റെ അനുഭവത്തിലാണ്. നമ്മുടെ ഈ വയനാട്ടിലും വിലങ്ങാടുമൊക്കെ പ്രകൃതിക്ഷോഭമുണ്ടായി, അനേക മനുഷ്യർ വലിയ ദുഃഖത്തിലായി, അനേകരെ വീണ്ടും കാണുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടില്ല. നഷ്ടപ്പെട്ടതിൻ്റെ കണക്കുകൾ മുഴുവൻ നമുക്ക് പൂർണ്ണമായില്ല. അടിയന്തരമായി സഹായിക്കേണ്ടുന്നവർ മുഖം തിരിഞ്ഞ് നിൽക്കുന്നു. സഹായം ഫലപ്രാപ്തിയിലെത്തിക്കുന്നതിന് സാധ്യമല്ലാത്ത സാങ്കേതിക കാരണങ്ങൾ നിൽക്കുന്നു. പൊതുസമൂഹത്തോട് കേരള കത്തോലിക്ക സഭ ഒരു വാഗ്ദാനം ചെയ്തു. ഈ ദുരിതമനുഭവിക്കുന്ന 100 കുടുംബങ്ങൾക്ക് ജാതി മതഭേദമന്യേ 100 വീടുകൾ നിർമ്മിച്ച് നൽകും എന്നത്. 10 കോടി രൂപ ഈ ഭവന നിർമ്മാണ പദ്ധതിക്ക് ചിലവ് വരുന്ന ആ ഒരു രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഇടവകകളും വ്യക്തികളും കുടുംബങ്ങളും സന്യാസ പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും അഭ്യുദയകാംക്ഷികളുമെല്ലാം വളരെ കരുതലോടുകൂടി സഹായിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ പദ്ധതി മുൻപോട്ട് കൂടുതൽ ക്രമീകരിക്കുന്നതിന് സാധിക്കുക.
നാം വേദനിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ അടുക്കൽ വരുന്നവരെയും നമുക്ക് സഹായം എത്തിക്കുന്നവരെയും നമ്മോട് സ്നേഹം പങ്കുവയ്ക്കുന്നവരെയും ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. നാം മരിച്ചതിന് ശേഷം നമ്മുടെ കുഴിമാടത്തെങ്കിൽ തിരികത്തിച്ച് വയ്ക്കുന്നവരെ നമുക്ക് മരിച്ച ആളുകൾക്ക് കാണാൻ കഴിയില്ല. സ്നേഹവും പരിഗണനയും ആവശ്യമായിരിക്കുന്ന ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ ഇടപെടുന്നത് മനുഷ്യത്വത്തിൻ്റെ ആർദ്രഭാവമാണ്. അത് നമ്മുടെ ബത്തേരി രൂപത KCBCയുടെ ആഹ്വാനത്തോട് വളരെ ക്രിയാത്മകമായി സഹകരിച്ച് അതിൻ്റെ പുതിയ ഒരു സമർപ്പണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് അതിശക്തമായ കാറ്റടിച്ച് നമ്മുടെ ഒട്ടേറെ കുടുംബങ്ങൾ, 25ഓളം കുടുംബങ്ങൾ അന്ന് ഭവനം നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലേറെ മുസ്ലിം കുടുംബങ്ങളിലെ നമ്മുടെ സഹോദരങ്ങൾക്കാണ് ആ ഒരു പ്രയാസമുണ്ടായത്. അന്ന് രൂപതാധ്യക്ഷനായിരുന്ന സിറിൽ ബസേലിയോസ് ബാവാ തിരുമേനി നേരിട്ട് ഈ പ്രദേശത്ത് ഇവിടെ ഈ ഭവനങ്ങളുടെ അവിടെ വന്ന് നിജസ്ഥിതി മനസ്സിലാക്കി. അന്നത്തെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എനിക്കെൻ്റെ ഓർമ്മയിൽ PC അഹമ്മദ് ഹാജിയാണെന്ന് തോന്നുന്നു. പിതാവിൻ്റെ നേതൃത്വത്തിൽ പിതാവ് മുൻകൈ എടുത്ത് സമാഹരിച്ച് ഒട്ടേറെ ഭവനങ്ങൾ അവിടെ നിർമ്മിക്കുകയുണ്ടായി. ഞാൻ സൂചിപ്പിച്ചത് ഈ രൂപതയുടെ മനുഷ്യബന്ധവും പ്രതിബദ്ധതയും എല്ലാ കാലത്തും സജീവമായി നിൽക്കുന്നു. അഭിമന്യ തോമസ് പിതാവ് എക്കണോമിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകനും പ്രാക്ടീസ് ചെയ്യുന്നയാളുമാണ്. നിയമം പഠിച്ച എല്ലാ വക്കീലന്മാരും പ്രാക്ടീസ് ചെയ്യുന്നില്ല. അഭിമന്യ പിതാവ് ബത്തേരി രൂപതയിൽ ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ഭൂമിയില്ലാത്തവർക്ക് ഭൂമി രൂപതയുടേത് ഷെയർ ചെയ്ത് കൊടുക്കാൻ പിതാവ് കാണിച്ച ഒരു വലിയ മനസ്സുണ്ട്. അതത്ര എളുപ്പമാണെന്ന് നിങ്ങൾക്കാർക്കും വിചാരമില്ലല്ലോ. നന്മയാണെങ്കിലും അത് ചെയ്യുമ്പോൾ ചിലപ്പോൾ വലിയ വിമർശനങ്ങളും ഒറ്റപ്പെടലുകളും ഒക്കെ തോന്നാം. പിതാവ് പറഞ്ഞു, നമ്മുടെ കൂടെ താമസിക്കുന്നവർക്ക്, നമ്മുടെ കൂടെ പ്രാർത്ഥിക്കുന്നവർക്ക്, നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർക്കൊക്കെ ഭവനമില്ലാതിരിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം അവർക്ക് പറമ്പില്ലാത്തതാണ്. വസ്തു നൽകി ഭവനം നിർമ്മിച്ച് 75ഓളം ഭവനങ്ങൾ ഇപ്രകാരം രൂപതയുടെ പല സ്ഥലങ്ങളിൽ പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല. ഇന്നിവിടെ ഞാൻ എണ്ണി തിട്ടപ്പെടുത്തിയത് ശരിയാണെങ്കിൽ 13 കല്ലുകൾ അവിടെ ഇരിപ്പുണ്ട്. ഇതെല്ലാം ആശീർവദിക്കാനുള്ളതാണ്. 13 ഭവനങ്ങളാണ് ഈ കല്ല് പ്രതിനിധാനം ചെയ്യുന്നത്. അത് വേഗത്തിൽ അത് പൂർത്തീകരിച്ച് അവിടെ താമസിക്കുന്നതിന് ആ കുടുംബങ്ങൾക്കിടയാകട്ടെ. മാത്രവുമല്ല, 2030 നമ്മൾ പുനരൈക്യ പ്രസ്ഥാനത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾക്കെല്ലാം സ്വന്തമായി വാസയോഗ്യമായ ഒരു ചെറു വീട് ഉണ്ട് എന്ന് പറയുന്നത് വലിയ പള്ളിയിൽ കയറി നിന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ഈ ചെറിയ മനുഷ്യരെ സഹായിക്കുന്ന സുവിശേഷത്തിൻ്റെ വഴിയാണ്. അത് ഈ രൂപതയിൽ വേഗത്തിൽ ഒരടയാളമായി എല്ലായിടത്തും സാധ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാത്രവുമല്ല, കേരള സഭയ്ക്ക് ബത്തേരി രൂപത ഒരു വലിയ ചലഞ്ചാണ് മുൻപോട്ട് വച്ചിരിക്കുക.
എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്ഥലങ്ങൾ നന്മയ്ക്കായി വിനിയോഗിക്കപ്പെടണം. 5 സെൻറ്റ് സ്ഥലത്ത് ഒരു നല്ല വീട് പണിയുന്നതിന് സാധിക്കും. ഒരു വീട് എന്നതിനേക്കാൾ ഒരു തലമുറയിലേക്കുള്ള ഒരു അടിസ്ഥാന സഹായമാണ്. അപ്രകാരം സാധ്യമാകുന്ന എല്ലാവർക്കും ഈ മേഖലയിൽ ഈ സ്വന്തമായ ഒരു ഭവനം നിർമ്മിക്കുന്നതിന് സഹായിക്കുക എന്ന ക്രിസ്തീയ മൂല്യ നിർവഹണത്തിന് എല്ലാ പരിശുദ്ധാത്മ നൽവരവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നേതൃത്വം നൽകുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ബഹുമാനപ്പെട്ട ജേക്കബ് മാവങ്കലച്ചനാണ് കേരള കത്തോലിക്കാ സഭയ്ക്ക് വേണ്ടി ജസ്റ്റിസ് പീസ് ഡെവലപ്മെൻറ്റ് കമ്മീഷൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ ഈ ഭവന നിർമ്മാണ പദ്ധതിക്ക് നേതൃത്വം നൽകുക. ഞാൻ അദ്ദേഹത്തോടും കമ്മീഷനോടും പറഞ്ഞിരിക്കുന്ന ഒരു നിർദ്ദേശം ഇതാണ്: നമ്മൾ കല്ലിടുക മാത്രമല്ല, വീട് പൂർത്തിയാക്കി ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് അവിടെയാണ് നമ്മുടെ ഭവന നിർമ്മാണ പദ്ധതി പൂർത്തീകരിക്കുക. നാം സ്വീകരിക്കുന്ന പണം, ചെലവഴിക്കുന്ന പണം, അതിൻ്റെ കാര്യക്ഷമത ഇതെല്ലാം പൂർണ്ണമായി ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം. ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ധാരാളം ആലോചനാ യോഗങ്ങൾ ഇതിനോടകം നടന്നിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ഇതിൻ്റെ എല്ലാ സഹകാരികളെയും നന്ദിയോടെ ഓർക്കുന്നു. കൊല്ലം രൂപതയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട റൊമാൻസ് അച്ഛനും, നമ്മുടെ ജോർജ് വെട്ടിക്കാട്ടിലച്ഛൻ, വിജയപുരം രൂപതയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട തോമസ് തറയിലച്ഛൻ, കോട്ടയം അതിരൂപതയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട മൈക്കിൾ വെട്ടിക്കാട്ടച്ഛൻ, ഇവർ 4 പേരും ചേർന്നാണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. പ്രിയപ്പെട്ട റൊമാൻസ് അച്ഛൻ്റെയും ജോർജ് അച്ഛൻ്റെയും സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ശ്രേയസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഡേവിഡ് അച്ഛൻ്റെ പ്രവർത്തനങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് നിയോഗമുണ്ടാകുമ്പോഴും സാധ്യതയുള്ളപ്പോഴും സമാഹരിക്കാൻ കഴിയുമ്പോഴും ഒരുമിച്ച് മുന്നേറാൻ കഴിയുമ്പോഴും ചെയ്യാവുന്ന ഒരുപാട് നന്മകൾ പിന്നീട് ഒരുപക്ഷെ അത് സാധ്യമല്ല. ആയതിനാൽ നമുക്ക് ലഭിക്കുന്ന സന്ദർഭങ്ങളിൽ നന്മയിൽ മുന്നേറുന്നതിന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ഹോളി സ്പിരിറ്റ് സിസ്റ്റേഴ്സിനെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയും സഭയുടെ നന്ദി അറിയിക്കുകയുമാണ്. ചെറിയ കാര്യമല്ല, 1 ഏക്കർ സ്ഥലം അല്ലേ, ഒന്നല്ലേ, ഇപ്പോൾ 1 ഏക്കർ, അതോ തോസ്ത പറഞ്ഞു ഇപ്പോൾ 1 ഏക്കർ എന്ന്. അപ്പോൾ 1 ഏക്കർ സ്ഥലം ഭവന നിർമ്മാണത്തിന് വേണ്ടി അത് രൂപതയെ ഏൽപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് സഭാധ്യക്ഷൻ എന്ന നിലയിൽ പറയാനുള്ള ഒരു കാര്യം, 3 വർഷം ഈ സ്ഥലം ലഭിച്ചതിന് ശേഷം ഒന്നും ചെയ്യാതെ ഇരുന്നാൽ അത് സഭാധ്യക്ഷൻ്റെ പേരിലേക്ക് സംവരണം ചെയ്യപ്പെടുന്നതാണ്. 3 വർഷത്തിനുള്ളിൽ അതിലെന്തെങ്കിലും കാര്യം ചെയ്യുന്നില്ലെങ്കിൽ അത് പൊതു കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി തന്നെ അവിടെ കല്ലിറക്കുമെന്നാണ്. മറ്റേത് രണ്ടാമത് പറഞ്ഞത് പേടിച്ചാണ്. നന്മയുണ്ടാകട്ടെ. സിസ്റ്റേഴ്സിൻ്റെ ഈ നല്ല മനസ്സിന് ദൈവം തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇവിടെ ഇരിക്കുന്ന മറ്റ് സിസ്റ്റേഴ്സിന് ഇതുവഴി മാനസാന്തരം ഉണ്ടാകുന്നെങ്കിൽ അതുണ്ടാകട്ടെ. നന്മ ചെയ്യാൻ കുടുംബങ്ങൾക്ക് സാധിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ വലിയ നന്മ ചെയ്യാൻ സാധിക്കും. ഒരുമിച്ച് നിന്ന് നന്മ ചെയ്യാൻ സാധിക്കും. അത്ഭുതകരമായി മുന്നേറാൻ സാധിക്കും. അതിന് പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എനിക്ക് ഈ ഒരു അവസരത്തിൽ ഇവിടെ വരുന്നതിനും ഈ വലിയ KCBCയുടെ ഭവന നിർമ്മാണ പദ്ധതിയിൽ മാനന്തവാടി രൂപതയിൽ തോമാട്ടുചാലിൽ ഇന്ന് 1ാമത്തെ ഭവനത്തിനുള്ള അടിസ്ഥാന ശിലയിട്ടു. ഇവിടെ ശിലകളുടെ പ്രവാഹമാണ്. അതിലേറ്റം അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. നാളെ വിലങ്ങാട് താമരശ്ശേരി രൂപതയുടെ ആഭിമുഖ്യത്തിലുള്ള ഭവന നിർമ്മാണ പദ്ധതിയുണ്ട്.
കോഴിക്കോട് രൂപതയുടെ ഭവന നിർമ്മാണ പദ്ധതിക്ക് അഭിമന്യ പിതാവും വൈദികരുമൊക്കെ അവിടെ വിലങ്ങാട് വന്ന് ആ കാര്യം നിർവഹിക്കുന്നു. നമ്മുടെ ഈ 4 രൂപതകളെയാണ് KCBCയുടെ ഭവന നിർമ്മാണ പദ്ധതി ഏൽപ്പിച്ചിരിക്കുക. ഒരു 4 പേരും ഈ 2 ദിവസങ്ങളിലായി ഈ വലിയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നു. എല്ലാ നന്മകളും നേർന്ന് നമ്മുടെ ഈ സമൂഹത്തോടുള്ള ബന്ധം നിലനിർത്തുന്നതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. എൻ്റെ തിരുനാളുമായി ബന്ധപ്പെട്ട് അഭിമന്യ പിതാവ് നിങ്ങളെല്ലാവരെയും പ്രതിനിധീകരിച്ച് എനിക്ക് നൽകിയ നല്ല വാക്കുകൾക്കും പ്രാർത്ഥനയ്ക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. സമ്മാനം 2-ാം തീയതി തിരുവനന്തപുരത്ത് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യും. എല്ലാ നന്മകളും. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. നാടിൻ്റെ സ്പന്ദനമറിയുന്ന, പാവങ്ങളോട് പക്ഷം ചേരുന്ന, ദുരന്ത ഭൂമിയിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ആശ്വാസമായി ഉണ്ടായിരുന്ന ബത്തേരിയുടെ ആദരണീയനായ MLA ശ്രീ IC ബാലകൃഷ്ണ അവറുകളെ മുഖ്യ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. ഈ സദസ്സിൻ്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ, ബത്തേരി രൂപതയുടെ എല്ലാമെല്ലാമായ അഭിമന്യ ജോസഫ് മാർ തോമസ് പിതാവേ, മുണ്ടക്കൈ ചൂരലമല പ്രദേശത്ത് ദുരന്തത്തിൽപ്പെട്ട് ഇന്ന് നമ്മുടെ കൂടെയുള്ള എല്ലാം നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്ക് KCBCയുടെ നേതൃത്വത്തിൽ സഭ നിർമ്മിച്ചു കൊടുക്കുന്ന ഭവനങ്ങളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച അഭിമന്യ ബാബ തിരുമേനി, ഈ വേദിയിലെ വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, ജൂലൈ 30 നമ്മെ സംബന്ധിച്ച് ഒരു ദുഃഖത്തിൻ്റെ ദിനമായിരുന്നു. ഇന്നും ആ ദുഃഖം നിലനിൽക്കുകയാണ്. കോരിച്ചൊരിയുന്ന മഴ, കാറ്റ്, ചെളിയും വെള്ളവും കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യം. നിരവധി സഹോദരങ്ങൾ ആ ഭയാനകമായ ദുരന്തത്തിൽപ്പെട്ട് ഭൂമിയുടെ അടിയിൽ. ഗവൺമെൻറ് സംവിധാനങ്ങളും പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ ദുരന്ത മേഖലകളിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ കാണുകയുണ്ടായി. നമ്മുടെ അഭിമന്യ ബാബ തിരുമേനി, നമ്മുടെ രൂപത അധ്യക്ഷൻ അഭിമന്യ ജോസഫ് മാർ തോമസ് തിരുമേനി ഉൾപ്പെടെയുള്ള വൈദിക ശ്രേഷ്ഠരെ. കേട്ടറിഞ്ഞതല്ല, അവർ നേരിട്ട് പിതാക്കന്മാർ കണ്ടറിഞ്ഞു. റെസ്ക്യൂ ടീമിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി മഴയും ചെളിയും കാറ്റും നോക്കാതെ സഹജീവികളോടുള്ള കാരുണ്യം, അവരെ എങ്ങനെ സംരക്ഷിക്കാമെന്നുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് എങ്ങനെ സംരക്ഷണം കൊടുക്കാൻ കഴിയുമെന്ന് തീരുമാനമെടുത്തുകൊണ്ട്, അത് ജാതിയുടെയോ മതത്തിൻ്റെയോ ഒന്നും നോക്കിയിട്ടല്ല. നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും ആദ്യം തീരുമാനമെടുത്തത് KCBCയാണ്, അഭിമന്യ ബാബ തിരുമേനിയുടെ നേതൃത്വത്തിൽ. അതിനുശേഷമാണ് വിവിധ സംഘടനകൾ, വ്യക്തികളൊക്കെ വിവിധ തരത്തിലുള്ള ഓഫറുകളുമായി
ഗവൺമെൻറ്റിൻ്റെ മുന്നിലെത്തിയത്. മാത്രമല്ല അഭിവന്ദ്യ തിരുമേനിയുടെ നേതൃത്വത്തിൽ, തിരുമേനിയുടെ നിർദ്ദേശമനുസരിച്ച് നമ്മുടെ ശ്രേയസ് കുടുംബത്തിലെ അംഗങ്ങൾ, ഡേവിഡ് അച്ഛൻ്റെയും വെട്ടിക്കാട്ടിലച്ഛൻ്റെയും മാവെങ്കിലച്ഛൻ്റെയും മറ്റ് വൈദിക ശ്രേഷ്ഠരുടെ നേതൃത്വത്തിൽ ഒരു ടീം തന്നെ ചൂരൽമലയിലും മുണ്ടക്കയിലും എത്തി. മുണ്ടക്കൈ പ്രദേശം എന്ന് പറയുന്നത് ഇന്നത്തെ അവസ്ഥയല്ല. ജൂലൈ 29 രാത്രി 12 മണി വരെ അവിടെ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളുടെ ആരാധനാലയം മുണ്ടക്കയിലുണ്ട്. മുസ്ലിം സഹോദരങ്ങളുടെ ആരാധനാലയം മുണ്ടക്കയത്തുണ്ട്. ഹൈന്ദവ സഹോദരങ്ങളുടെ ആരാധനാലയം മുണ്ടക്കയിലുണ്ട്. ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകമാണ് ജൂലൈ 29 അർദ്ധരാത്രി 12 മണി വരെ. പിറ്റേന്ന് രാവിലെ നേരം പുലർന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് എല്ലാം തകർത്തു പ്രകൃതി. ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ അല്ല, പ്രകൃതി എല്ലാം കൊണ്ടുപോയി. അച്ഛൻ നഷ്ടപ്പെട്ട മക്കൾ, അമ്മ നഷ്ടപ്പെട്ട മക്കൾ, കുട്ടികൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താക്കന്മാർ, ഭർത്താവ് നഷ്ടപ്പെട്ട സഹോദരിമാർ. കണ്ണീർ പുഴയായിരുന്നു അവിടെ. അവിടെയൊക്കെ കാരുണ്യത്തിൻ്റെ പൊൻതൂവലായി നമ്മുടെ പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ അഭിമന്യ ബാവ തിരുമേനിയുടെയും അഭിമന്യ പിതാവിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ വൈദിക ശ്രേഷ്ഠർ അവിടെ എത്തി. ഞാൻ കണ്ടു ഡേവിഡ് അച്ഛൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം, വെള്ളമില്ലാത്തവർക്ക് വെള്ളം, കോരിച്ചൊരിയുന്ന മഴയത് നനഞ്ഞ് കുളിച്ച് അച്ഛ എങ്ങോട്ടായെന്ന് ചോദിക്കുമ്പോൾ സർ അവിടെ കുറച്ച് പേർക്ക് ഭക്ഷണം കിട്ടിയില്ല, ഭക്ഷണം കൊണ്ടുപോവുകയാണ്. സർ അവിടെ ഒരു ബോഡി കണ്ടു, ബോഡി എടുക്കാൻ ആളില്ല, ഞങ്ങളങ്ങോട്ട് പോവുകയാണ്. അങ്ങനെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വൈദിക ശ്രേഷ്ഠരും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പൊതുപ്രവർത്തകർ എല്ലാവരും ഒരുമിച്ച് നിന്ന് മുണ്ടക്കൈ. ഭവനം നഷ്ടപ്പെട്ടവർ ഇന്ന് വാടക വീടുകളിൽ കഴിയുക. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, സാർ ഞങ്ങളുടെ ഗതി എന്താണ്, ഞങ്ങളുടെ സ്ഥിതി എന്താണ്, 2019 പുത്തുമല സംഭവിക്കുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയില്ലായിരുന്നു. നിയമസഭയിൽ ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു ഗവൺമെൻറ്റിനോട്, സഭാധ്യക്ഷന്മാർ, വിവിധ സംഘടനകൾ നിരവധി ഭവനങ്ങളും ധനസഹായങ്ങളും ഭൂമിയും സ്പോൺസർ ചെയ്യുന്നുണ്ട്. അവരെ ഏകോപിപ്പിക്കാൻ തയ്യാറാകണമെന്ന്. എന്നാൽ ഇന്ന് വാടക വീട്ടിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അവരുടെ കണ്ണീരൊപ്പാൻ അഭിമന്യ ബാവ തിരുമേനിയുടെ നേതൃത്വത്തിലെടുത്ത ഗൗരവമായ തീരുമാനം KCBC ഇന്ന് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള തുടക്കം കുറിച്ചിരിക്കുക. തോമാട്ടിയാലിൽ മാനന്തവാടി രൂപത അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ ബാവ തിരുമേനി 100 വീടിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെയും അതേ സ്ഥിതി. ഞാൻ മനസ്സിലാക്കുന്നത് 900 വീടുകൾക്ക് വേണ്ടി KCBCയുടെ നേതൃത്വത്തിൽ ബാവ തിരുമേനിയുടെ നിർദ്ദേശമനുസരിച്ച് ഇന്ന് എല്ലാം സജ്ജമായിരിക്കുക. ബാവ തിരുമേനി തോമാട്ടിയിൽ നിന്നൊരു കാര്യം പറഞ്ഞു, ഞാനിത് മറ്റാരെയുമല്ല ഏൽപ്പിച്ചത്, സഭാധ്യക്ഷന്മാരെയാണ് ഞാൻ ഈ ദൗത്യം ഏൽപ്പിച്ചതെന്ന് വളരെ ഗൗരവത്തോടുകൂടി സാധാരണക്കാരായ സഹോദരിമാർക്ക്, സഹോദരന്മാർക്ക്, പാവങ്ങൾക്ക് വേണ്ടി തിരുമേനി പ്രഖ്യാപിച്ചു. അത്ഭുതം തോന്നുകയാണ്, സന്തോഷം തോന്നുകയാണ്. ദുഃഖത്തിൻ്റെ അപ്പുറത്ത് സന്തോഷത്തിൻ്റെ ദിനങ്ങൾ. ഇതാണ് കാരുണ്യ പ്രവർത്തനം. നമ്മുടെ
വിവിധ മതങ്ങൾ മത ആചാരങ്ങൾ പഠിക്കുന്ന സത്യ ബൈബിളിൽ പറയുന്നു, ഉള്ളവനില്ലാത്തവനെ സഹായിക്കുക. വിശുദ്ധ ഖുർആനിൽ പറയുന്നു ഉള്ളവനില്ലാത്തവനെ സഹായിക്കാൻ. മഹാഭാരതത്തിലും രാമായണത്തിലും പറയുന്നു ഉള്ളവനില്ലാത്തവനെ സഹായിക്കുക. അപ്പോൾ മാനത്തുള്ളവൻ നമ്മളെ അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും നിലപാടുകൾ സ്വീകരിച്ച് പാവങ്ങൾക്കു വേണ്ടി കാരുണ്യത്തിൻ്റെ പൊൻതൂവലായി കിട്ടാവുന്ന ഭൂമി, സിസ്റ്റേഴ്സ് അടക്കം ഇവിടെ സ്പോൺസർ ചെയ്ത് വലിയ വില വരുന്ന ഭൂമി ഇന്ന് സഭയ്ക്ക് സ്പോൺസർ ചെയ്ത് കൊടുക്കുമ്പോൾ, സമ്മാനിക്കുമ്പോൾ അത് പാവങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ബാബാ തിരുമേനിയും അഭിമന്യ ബാബാ തിരുമേനിയും അഭിമന്യ നമ്മുടെ സഭാധ്യക്ഷൻ ജോസഫ് മാർ തോമസ് തിരുമേനി മുന്നോട്ട് പോകുമ്പോൾ സർവേശ്വരൻ അനുഗ്രഹിച്ചുകൊണ്ട് ദീർഘായുസ് നൽകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതൊരിക്കലും മറക്കാൻ കഴിയാത്ത സേവന മനോഭാവമുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സമ്പൽ സമൃദ്ധിയുടെ മതസൗഹാർദ്ദത്തിൻ്റെ ക്രിസ്മസും പുതുവത്സര ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും ഭവനം പദ്ധതിയിലൂടെ പുതിയ ഭവനം ലഭിച്ച 8 കുടുംബങ്ങൾ ഇപ്പോൾ കാതോലിക്ക ബാവയിൽ നിന്ന് താക്കോൽ ഏറ്റുവാങ്ങുന്ന ചടങ്ങാണ് വേദിയിൽ നടക്കുന്നത്. അതിനു മുന്നോടിയായി ഈ ഭവന നിർമ്മാണത്തിന് അഭിമന്യ തോമസ് പിതാവിൻ്റെ മനസ്സറിഞ്ഞ് നേതൃത്വം നൽകിയ ബത്തേരി രൂപതയുടെ മുഖ്യ വികാരി ജനറൽ സെബാസ്റ്റ്യൻ കീപ്പള്ളിൽ കോറെപ്പിസ്കോപ്പ, ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡേവിഡ് ആലങ്കിലച്ചൻ, MCA രൂപത വൈദിക ഉപദേഷ്ടാവ് ജെയിംസ് മലയപ്പറമ്പിലച്ചൻ, MCA ബത്തേരി മേഖലാ വൈദിക ഉപദേഷ്ടാവ് ജേക്കബ് ഒറവയ്ക്കൽ OICHN എന്നിവരെ ബാബ തിരുമേനി ഷോൾ അണിയിച്ച് ആദരിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദികരെ ആദരവ് സ്വീകരിക്കുന്നതിനാലും അഭിമന്യ കാതോലിക്ക ബാബ തിരുമനസിനെ ആദരവ് നൽകുന്നതിനുമായി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. സ്വന്തമായി ഭവനം സ്വപ്നം കണ്ട നമ്മുടെ പ്രിയപ്പെട്ടവർ ബാബ തിരുമേനിയിൽ നിന്ന് ഉടനെ തന്നെ അവരുടെ സ്വപ്ന ഭവനത്തിൻ്റെ താക്കോൽ ഏറ്റുവാങ്ങുന്നു. പേര് വിളിക്കുന്നവർ വേദിയുടെ മുൻവശത്തേക്ക് നീങ്ങി നിൽക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ശ്രീമതി സ്മിത ജോമോൻ മുളങ്കുമ്പിൽ, ശ്രീ ജോഷിൻ പോൾ തുറക്കൽ, ശ്രീമതി ഷേർലി സാബു നെല്ലിക്കുന്നേൽ, ശ്രീമതി ഷീന CM മലയിൽ പുതുവേൽ, ശ്രീ മാത്യു VJ മുളയാനിക്കുന്നേൽ, ശ്രീ ജോസഫ് PM പരുത്തുവയലിൽ, ശ്രീമതി ബീന ചാക്കോ കരിമ്പന്നൂർ. ഈ കുടുംബാംഗങ്ങൾ ഇപ്പോൾ വേദിയിലെത്തി അഭിമന്യ ബാബ തിരുമനസിൽ നിന്ന് അവരുടെ സ്വപ്ന ഭവനത്തിൻ്റെ താക്കോൽ ഏറ്റുവാങ്ങുന്നു. ശ്രീമതി സ്മിത ജോമോൻ മുളങ്കുമ്പിൽ കുടുംബം, ശ്രീ ജോഷിൻ പോൾ തുറക്കൽ കുടുംബം, ശ്രീമതി ഷേർലി സാബു നെല്ലിക്കുന്നേൽ കുടുംബം, ശ്രീമതി ഷീന CM മലയിൽ പൊതുവൽ കുടുംബം, ശ്രീ മാത്യു VJ മുളയാനിക്കുന്നേൽ കുടുംബം, ശ്രീ ജോസഫ് PM പരുത്തുവയലിൽ കുടുംബം, ശ്രീമതി ബീന ചാക്കോ കരിമ്പന്നൂർ കുടുംബം. ഈ 8 ഭവനങ്ങളുടെയും നിർമ്മാണത്തിന് നേതൃത്വം നൽകി സമയബന്ധിതമായി മനോഹരമായി ഭവനങ്ങൾ പൂർത്തിയാക്കിയ ശ്രീ കുഞ്ഞുമോന് രൂപതയുടെ ആദരവ് ഇപ്പോൾ വേദിയിൽ വെച്ച് നൽകുന്നു. ശ്രീ കുഞ്ഞുമോനെ ഹൃദയപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അഭിമന്യ കാതോലിക്ക ബാബ തിരുമനസ് ഈ ഭവന നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ശ്രീ കുഞ്ഞുമോനെ വേദിയിൽ ആദരിക്കുന്നു.
ഇനിയും സ്ഥലവും വീടുമില്ലാത്തവർക്കായി വളരെ ഔദാര്യത്തോടുകൂടെ നന്മ നിറഞ്ഞ മനസ്സോടുകൂടെ പൂമല ഹോളി സ്പിരിറ്റ് കോൺവെൻറ്റിനോട് ചേർന്നുള്ള ഒരേക്കർ സ്ഥലം സൗജന്യമായി നൽകുവാനുള്ള പ്രൊവിൻസിൻ്റെ തീരുമാനം അസിസ്റ്റൻ്റ് പ്രൊവിൻഷ്യൽ സിസ്റ്റർ കൊച്ചു ത്രേസിയും പൂമല ഹൗസ് സുപ്പീരിയർ സിസ്റ്റർ സെലിനും ചേർന്ന് വന്യ തോമസ് പിതാവിന് കൈമാറുന്നു. പൂമല ഹോളി സ്പിരിറ്റ് കോൺവെൻറ്റിനോട് ചേർന്നുള്ള ഒരേക്കർ സ്ഥലമാണ് സൗജന്യമായി ഇനിയും ഭവനവും ഭൂമിയും ഇല്ലാത്തവർക്ക് വേണ്ടി നൽകുന്നതിനായി അഭിമന്യ പിതാവിന് ഇപ്പോൾ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് കൈമാറുന്നത്. ഈ ഭവന നിർമ്മാണ പദ്ധതിക്കുള്ള ധനസമാഹരണം നടത്തി ഈ ഭവന പദ്ധതിയെ സഹായിക്കുന്ന ബത്തേരി MCMFൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോൺ ചരുവിലേച്ചൻ MCF ബത്തേരി രൂപതയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച ധനസഹായം ഇപ്പോൾ അഭിമന്യ തോമസ് പിതാവിന് കൈമാറുന്നു. ഡയറക്ടറേഷനോട് ചേർന്ന് ആനിമേറ്റ സിസ്റ്റർ MCMFൻ്റെ രൂപതയുടെ പ്രസിഡന്റ് എന്നിവരും ഈ ചടങ്ങിൽ പങ്കാളികളാകും. ഈ ഭവന നിർമ്മാണത്തിന് വലിയ സഹായമായി നിന്നിട്ടുള്ള പുൽപ്പള്ളി മേഖല ശ്രേയസിൻ്റെ കോർഡിനേറ്റർ ശ്രീ ഷാൻസൻ കുറ്റിക്കൽ, അതുപോലെ ഈ ഭൂമി പ്രത്യേകമായി സൗജന്യമായി നൽകിയ ബഹുമാനപ്പെട്ട സിസ്റ്റർ കൊച്ചു ത്രേസ്യ OSS എന്നിവരെ വേദിയിൽ ആദരിക്കുന്നു. ആദരവ് സ്വീകരിക്കുന്നതിനായി ശ്രീ ഷാൻസൻ കുറ്റിക്കലിനെയും ബഹുമാനപ്പെട്ട സിസ്റ്റർ കൊച്ചു ത്രേസ്യയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അഭിമന്യ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് ഇവരെ ഷോൾ അണിയിച്ച് ആദരിക്കുന്നു. ബത്തേരി രൂപത മാതൃവേദിയുടെ നേതൃത്വത്തിൽ നടത്തിയ വിവിധ ബഹുമാനപ്പെട്ട മാവുങ്കലച്ചനെ അത്യഭ്യുന്നി കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് ആദരിക്കുന്നു. വന്യ മാവുങ്കലച്ചനെ ഹൃദയപൂർവ്വം ആദരവ് സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ബത്തേരി രൂപത MCMF നടത്തിയ വിവിധ മത്സരങ്ങളുടെ സമ്മാന ദാനമാണ് വേദിയിൽ നടക്കുന്നത്. ഈ സമ്മാന ദാന ചടങ്ങിന് വേണ്ടി പ്രത്യേകമായി ഇതിന് നേതൃത്വം നൽകുന്ന ബെറ്റി ടീച്ചറെ സ്വാഗതം ചെയ്യും. വചനവർഷത്തോടനുബന്ധിച്ച് അമ്മമാർക്കായി നടത്തിയ പുതിയ നിയമം ബൈബിൾ പകർത്തിയെഴുത്ത് മത്സരത്തിൽ നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കി സമ്മാനാർഹരായിരിക്കുന്നവർ: ഒന്നാം സ്ഥാനം റോസമ്മ മാത്യു ഓലിക്കൽ ബത്തേരി മേഖല, രണ്ടാം സ്ഥാനം മാനന്തവാടി മേഖല ഡെയ്സി MA, മൂന്നാം സ്ഥാനം റൂബി ബേബി കൽപ്പറ്റ മേഖല. സമ്മാനാർഹരായവർ എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് കടന്നു വന്ന് സമ്മാനം സ്വീകരിക്കേണ്ടതാണ്. സമ്മാനം നൽകുന്നതിനായി അഭിവന്യ കാതോലിക്ക ബാവ തിരുമനസിനെ ഏറ്റവും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. തിരുവചനം 2024 മെമ്മൻറ്റോയ്ക്ക് അർഹരായിട്ടുള്ളവർ: പേര് വിളിക്കുന്നവർ എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് കടന്നു വരിക. കാസർഗോഡ് മേഖല ജയ ഷാജി, നീലഗിരി മേഖല ബ്ലെസി വർഗീസ്, ജിനു റെജി നിലമ്പൂർ മേഖല, ജയ ഷാജി കാസർഗോഡ് മേഖല, ബ്ലെസി വർഗീസ് നീലഗിരി മേഖല, ജിനു റെജി നിലമ്പൂർ മേഖല, ഷൈനി റെന്നി എടക്കര മേഖല, സിവി ജേക്കബ് നിലമ്പൂർ മേഖല,
സോണി ജോഷി നിലമ്പൂർ മേഖല, സ്റ്റെല്ലി റെജി പുൽപ്പള്ളി മേഖല, ജെയ്സി ഷാജി ബത്തേരി മേഖല, നാൻസി ബിജു ബത്തേരി മേഖല, വിജി വർഗീസ് എടക്കര മേഖല, ബീന ചാക്കോ ബത്തേരി മേഖല, സുമി കെ ജേക്കബ് നീലഗിരി മേഖല, ഡെയ്സി മാത്യു ബത്തേരി മേഖല. സ്റ്റെല്ലി റെജി പുൽപ്പള്ളി മേഖല, ജെയ്സി ഷാജി ബത്തേരി, നാൻസി ബിജു ബത്തേരി, വിജി വർഗീസ് എടക്കര, ബീന ചാക്കോ ബത്തേരി, ഡെയ്സി മാത്യു ബത്തേരി. ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആളെഴുതിയ മത്സരത്തിൽ തിരുവചനം ഏലിയാമ്മ കുര്യാക്കോസ് ചേലാട്ട് നീലഗിരി മേഖല. ഏലിയാമ്മ കുര്യാക്കോസ് നീലഗിരി മേഖല. MCMF ബത്തേരി രൂപത അമ്മമാർക്കായി നടത്തിയ അമ്മ ലോഗോസ് ക്വിസ് മത്സരത്തിന് സമ്മാനാർഹരായവർ: ഒന്നാം സ്ഥാനം ലൂസി സാബു കോഴിക്കോട് മേഖല, ദീപ്തി ജെയിംസ് രണ്ടാം സ്ഥാനം, മായ സുഷി മൂന്നാം സ്ഥാനം. ബത്തേരി രൂപത മാതൃഫോറം രൂപതാതലത്തിൽ നടത്തിയ ഉപന്യാസ മത്സരത്തിലെ വിജയികളായവർ: കാറ്റഗറി A 60 വയസ്സിന് താഴെ പ്രീതി ബോബൻ പാത്തിക്കൽ നീലഗിരി മേഖല, നാൻസി പോൾ മറ്റമന ബത്തേരി മേഖല. ഉപന്യാസ മത്സരം: ഒന്നാം സ്ഥാനം പ്രീതി ബോബൻ നീലഗിരി മേഖല, രണ്ടാം സ്ഥാനം നാൻസി പോൾ ബത്തേരി മേഖല. വയസ്സിന് മുകളിലുള്ളവർ: ഡെയ്സി MA മാനന്തവാടി മേഖല, ത്രേസ്യാമ്മ KV മാനന്തവാടി മേഖല. ഒന്നാം സ്ഥാനം ഡെയ്സി MA, രണ്ടാം സ്ഥാനം ത്രേസ്യാമ്മ KV. ബത്തേരി രൂപത കുടുംബ പ്രേക്ഷിത വിഭാഗം പിതാക്കൾക്കായി നടത്തിയ ഇവാനിയൻ ഫാദേഴ്സ് ക്വിസ് മത്സരത്തിലെ വിജയികൾ: ഒന്നാം സ്ഥാനം ലിബിൻ P ജോർജ് നിലമ്പൂർ മേഖല, രണ്ടാം സ്ഥാനം ജോയി TY മാനന്തവാടി മേഖല. മൂന്നാം സ്ഥാനം രണ്ടുപേർക്കാണ്: അഭിലാഷ് PC കാസർഗോഡ് മേഖല, മനു ചാണ്ടി നീലഗിരി മേഖല. മാറിവാനിയോസ് ഫാദേഴ്സ് ക്വിസ് മത്സരം: ഒന്നാം സ്ഥാനം ലിബിൻ P ജോർജ് നിലമ്പൂർ, രണ്ടാം സ്ഥാനം ജോയി TY മാനന്തവാടി, മൂന്നാം സ്ഥാനം രണ്ടുപേർ: അഭിലാഷ് PC കാസർഗോഡ് മേഖല, മനു ചാണ്ടി നീലഗിരി മേഖല. നമുക്ക് മുമ്പേ നടന്നവർക്ക് ആദരവേകാം, മുത്തശ്ശന്മാരെ കരുതാം. കുടുംബത്തിലെ ചെറുമക്കൾ, മുത്തശ്ശന്മാർ തുടങ്ങിയവർ ഒത്തുചേരുന്ന അസുലഭ നിമിഷം. ഫോട്ടോഗ്രാഫി മത്സരത്തിലെ വിജയി: ചെറുവേലിക്കൽ ഫാമിലി, സെൻറ് മേരീസ് മലങ്കര കാത്തലിക് ചർച്ച് കല്ലിച്ചാൽ നീലഗിരി മേഖല. ഫോട്ടോഗ്രാഫി മത്സരം: ഒന്നാം സ്ഥാനം ചെറുവേലിക്കൽ ഫാമിലി നീലഗിരി മേഖല. 2024 പ്രവർത്തനങ്ങൾക്ക് ബെസ്റ്റ് റീജിയണായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്
മാനന്തവാടി മേഖലയാണ്. മാനന്തവാടി മേഖലയിലെ ഡയറക്ടർ, കോർഡിനേറ്റർ സിസ്റ്റർ, അവിടെ നിന്ന് വന്നിരിക്കുന്ന അമ്മമാർ ഒരുമിച്ച് വന്ന് സമ്മാനം കൈപ്പറ്റേണ്ടതാണ്. ബെസ്റ്റ് റീജിയൻ മാനന്തവാടി. നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. 10 മേഖലകളിൽ 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് മാനന്തവാടി മേഖലയാണ്. മാനന്തവാടി മേഖലയിലെ ഡയറക്ടർ, കോർഡിനേറ്റർ സിസ്റ്റർ, കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അല്പം മുൻപ് നടന്ന ക്രിസ്മസ് കരോൾ സർവീസ് 2024 മത്സരത്തിൻ്റെ വിജയികളെ പ്രഖ്യാപിക്കുകയാണ്. ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ബത്തേരി മേഖല. ബത്തേരി മേഖലയിലെ ഡയറക്ടർ അച്ഛനെയും കോർഡിനേറ്റർ സിസ്റ്ററിനെയും കരോൾ സർവീസ് മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അഭിവന്യ കാതോലിക്ക തിരുമനസ്സും അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലിത്തായും ചേർന്ന് ഇപ്പോൾ ബത്തേരി മേഖലയ്ക്ക് സമ്മാനം കൈമാറുന്നു. വെള്ളം രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് മാനന്തവാടി മേഖല. രണ്ടാം സ്ഥാനം മാനന്തവാടി മേഖല. ഡയറക്ടർ അച്ഛനെയും കോർഡിനേറ്റർ സിസ്റ്ററെയും മാനന്തവാടി മേഖലയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ അമ്മമാരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് കോഴിക്കോട് മേഖല. കോഴിക്കോട് മേഖലയിലെ ഡയറക്ടർ അച്ഛനെയും കോർഡിനേറ്റർ സിസ്റ്ററെയും എല്ലാവരെയും അവിടെ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രദ്ധിക്കുക, വിവിധ മേഖലകളിൽ നിന്ന് ക്രിസ്മസ് കരോൾ സർവീസ് മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും MCMF പ്രത്യേകമായിട്ട് പ്രോത്സാഹന സമ്മാനം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ക്യാഷ് പ്രൈസ് ആണ്. പങ്കെടുത്ത എല്ലാവരും ടീമിൽ നിന്ന് ഓരോരുത്തരായി വന്ന് സമ്മാനം കൈപ്പറ്റേണ്ടതാണ്. ക്യാഷ് പ്രൈസ് കൈപ്പറ്റേണ്ടതാണ്. പേര് വിളിക്കുന്ന പ്രകാരം വേഗം വേദിയിലേക്ക് കടന്നു വരേണ്ടതാണ്. നല്ലൊരു കയ്യടി കൊടുക്കാം. മൂന്നാം സ്ഥാനം മത്സരത്തിൽ പങ്കെടുത്ത ടീമിൽ നിന്ന് ഓരോരുത്തരും മുന്നിലേക്ക് വേഗത്തിൽ കടന്നു വരിക. കണ്ണൂർ മേഖല, കണ്ണൂർ, പുൽപ്പള്ളി, കൽപ്പറ്റ, നീലഗിരി, നിലമ്പൂർ ആൻഡ് എടക്കര. സമ്മാന വിതരണം ചെയ്ത അഭിവന്യ കാതോലിക്ക ബാവ തിരുമനസിനും ബത്തേരി രൂപത അധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് പിതാവിനും പ്രത്യേകം നന്ദി. താങ്ക് യു.
മാനന്തവാടി മേഖലയ്ക്ക് KCBCയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന ഭവനങ്ങളുടെ അടിസ്ഥാന ശില ആശീർവദിക്കുന്ന ചടങ്ങാണിപ്പോൾ വേദിയിൽ നടക്കുന്നത്. ഈ ചടങ്ങിന് ശേഷം ഈ പരിപാടി അവസാനിക്കുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകമായി എല്ലാവരെയും അറിയിക്കുന്നു. ഈ അടിസ്ഥാന ശിലകൾ അഭ്യുന്ന കാതോലിക്ക ബാവ തിരുമനസ് ഇപ്പോൾ ആശീർവദിച്ച് 3 കുടുംബങ്ങൾക്ക് 13 ഭവനങ്ങളുടെ അടിസ്ഥാന ശില ആശീർവദിച്ച് 3 കുടുംബങ്ങൾക്ക് ഈ അടിസ്ഥാന ശില നൽകുന്നു. ശ്രീമതി ജമീല, ശ്രീമതി തങ്കമണി, ശ്രീമതി വത്സ പാണാട്ട്. യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. എത്ര മധുരമവൻ നാമമെനിക്കു പാർത്താൽ, ഓർത്തുവരും തോറുമൻ ആർത്തിമാഞ്ഞു പോകുന്നു, ഓർത്തുവരും തോറുമൻ ആർത്തിമാഞ്ഞു പോകുന്നു. ശുഭഹോല ബോല ബ്രോവൽ റൂഹോ കാദീശോ. കരുണയുള്ള കർത്താവേ, അങ്ങേ ദാസരുടെ വാസത്തിനായി ഇപ്പോൾ അടിസ്ഥാനമിട്ട് പണി ആരംഭിക്കുന്ന ഈ ഭവനത്തിൻ്റെ നിർമ്മാണത്തെ നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. കർത്താവേ, ബഥേലിൽ വെച്ച യാക്കോബ് തലയിണയായി ഉപയോഗിച്ച കല്ല് ഒരു തൂണായി നാട്ടി അതിന്മേൽ എണ്ണ ഒഴുക്കുകയും അത് ദൈവഭവനമായി തീരുകയും ചെയ്തതുപോലെ ഈ കല്ലിനെ ഞങ്ങൾ ഈ ഭവനങ്ങളുടെ അടിസ്ഥാന ശിലയായി വയ്ക്കുന്നു. കർത്താവേ, ഈ ഭവനങ്ങളുടെ നിർമ്മാണത്തിൽ നീ നായകനും നടത്തിപ്പുകാരനുമായിരിക്കണമേ. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാർ വൃഥാ അധ്വാനിക്കുന്നുവെന്ന് സങ്കീർത്തകൻ പറഞ്ഞിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവേ, ഇതിൻ്റെ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും നീ വാഴ്ത്തണമേ. പണിയിലുണ്ടാകാവുന്ന കുറവുകളും അപകടങ്ങളും നീ മാറ്റിത്തരണമേ. നിന്റെ വിജയശ്ലീപായാൽ ഈ ഭവനങ്ങളെ കാത്തുകൊള്ളണമേ. എല്ലാ പ്രവർത്തനങ്ങളും നിന്റെ തിരുനാമ മഹത്വത്തിന് ഉതകുന്നവയാകണമേ. എല്ലാ നിർമ്മാണ വസ്തുക്കളെയും ഇതിൻ്റെ പണിക്ക് വേണ്ടിയുള്ള എല്ലാ സാധന സാമഗ്രികളെയും നീ തന്നെ ക്രമപ്പെടുത്തണമേ. ദൈവമക്കൾക്ക് വസിക്കുവാനുള്ള ഭവനമെന്ന നിലയിൽ അങ്ങിതിൻ്റെ പണികളെ ദുഷ്ടൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും പിശാചിൻ്റെ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരേറ്റും ഹോശോ വബ്കുലസ്ബാൻ ലവൽ മീൻ. ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ ശ്ലീബായുടെ അടയാളത്താൽ മുദ്ര കുത്തിക്കൊണ്ട് ഈ അടിസ്ഥാന ശിലകൾ ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. ബാറക്കു ഭസ്മോദാബോ ഉദാബിറോ വദ്രുഹു ഹായു കാദീശൽ ഹായ് ദലോലം വൽമീൻ. നിർത്തിയിടരുതേ മാതാവേ, ഞങ്ങൾക്കായുള്ളർത്ഥന നീ ഏകാത്മജ അർത്ഥിക്ക. ഞങ്ങളിലാർദ്ര തോന്നി
പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനാം പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും ആവാസവും പുതുതായി നിർമ്മിക്കുന്ന ഈ വീടുകളോടും ഇതിൽ സഹകരിക്കുന്ന എല്ലാവരോടും ഇവിടെ വസിക്കുവാനുള്ള എല്ലാ കുടുംബങ്ങളോടും നിങ്ങൾ ഓരോരുത്തരോടും ഈ ദേശത്തോടും എന്നും എക്കാലത്തും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഈ ഭവന നിർമ്മാണം മതസൗഹാർദ്ദത്തിൻ്റെ കൂടെ വേദിയാവുകയാണ്. ക്രൈസ്തവ, ഇസ്ലാമിക, ഹൈന്ദവ കുടുംബങ്ങളെ പ്രതിനിധീകരിച്ച് 3 പേര് അഭിവന്യ കാതോലിക്ക ബാവ തിരുമനസിൽ നിന്ന് അവരുടെ പുതിയ ഭവനത്തിനുള്ള അടിസ്ഥാന ശില ഏറ്റുവാങ്ങുന്നു. ശ്രീമതി ജമീല, ശ്രീമതി തങ്കമണി, ശ്രീമതി വത്സ പാണാട്ട്. ഈ 3 വ്യക്തികളെയും അഭിവന്യ കാതോലിക്ക ബാവ തിരുമനസിൽ നിന്ന് അവരുടെ സ്വപ്ന ഭവനത്തിനുള്ള അടിസ്ഥാന ശില സ്വീകരിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഭവനം, എല്ലാവർക്കും ഭൂമി പദ്ധതിക്ക് വലിയ നേതൃത്വം നൽകുന്ന ശ്രേയസിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ഡേവിഡ് ആലങ്കലച്ചന് വേദിയിൽ ആദരവ് നൽകുന്നു. ആദരവ് സ്വീകരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഡേവിഡ് ആലങ്കലച്ചനെ ക്ഷണിക്കുന്നു. അഭിവന്യ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് ഷോൾ അണിയിച്ച് ശ്രേയസിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ഡേവിഡ് ആലങ്കലച്ചനെ ആദരിക്കുന്നു. ഈ ചടങ്ങിന് ഔദ്യോഗികമായി നന്ദി അർപ്പിക്കുന്നതിന് ബത്തേരി രൂപത MCA വൈദിക ഉപദേഷ്ടാവ് ബഹുമാനപ്പെട്ട ജെയിംസ് മലയപ്പറമ്പിലച്ചനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി സ്നേഹവും പ്രത്യേകമായി അറിയിക്കുന്നു. ബാവ തിരുമേനി ഇങ്ങനെ തന്നെ പറയണമെന്ന് എന്നോട് പ്രത്യേകമായിട്ട് പറഞ്ഞതുകൊണ്ടാണ്. എല്ലാവർക്കും നന്ദി.